ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്താ സുവിശേഷ മഹായോഗം? കൊല്ലഘട്ട ബഥേലേജിക്ക് കുറച്ച് പണം കിട്ടിയത് കൊണ്ടല്ല സുവിശേഷ മഹായോഗം. സുവിശേഷ മഹായോഗത്തിന് 5 പ്രസക്തിയുണ്ട്. 1, കൊല്ലഘട്ടവിലെ എല്ലാ കുഞ്ഞുങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, പ്രിയന്റെ വരവിൽ അവരെടുക്കപ്പെടണം. 3, ഈ ദേശം എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. 4, കുടുംബങ്ങളിൽ ദിവ്യ സമാധാനം ഈ കൺവെൻഷൻ മൂലം ഉണ്ടാകണം. 5, നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ മാത്രമല്ല, ഇവിടെ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുന്ന ദൈവസഭകളിൽ ഈ വർഷം ചില കുഞ്ഞുങ്ങൾ കൂടി വന്ന് മുട്ടുമടക്കി ദൈവത്തെ ആരാധിക്കണം. അതിനുവേണ്ടി ദൈവ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാ സുവിശേഷ മഹായോഗം. ദേശമേ ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കാം. എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറക്കാം. എവരിവൺ ഓപ്പൺ യുവർ ബൈബിൾ. ഇൻ ദിസ് ഈവനിംഗ് വി ആർ ഗോയിങ് ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ച് ദൈവസന്ധിയിൽ കടക്കാം. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ തിരുവെഴുത്ത് കുഞ്ഞുങ്ങൾ വായിച്ച് സഹായിക്കും. മൈക്കൽ കൂടി ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഇതിനെ ബേസ് ചെയ്ത 3 രാത്രിയും വെളിപ്പാട്. ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിക്കുന്നവൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ടൈം ഈസ് കം നൗ. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാൻ ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി നമ്മുടെ കണ്ണുകളെ സമർപ്പിച്ച് ഹൃദയത്തിന്റെ ആഴമായ അന്തരംഗങ്ങളിൽ നിന്ന് ഒരിക്കൽ കൂടി പന്തലിനകത്ത് സ്തോത്രം ഉയരട്ടെ. ഇന്ന് രാത്രി വലിയ വീട് തന്നിട്ടല്ല, കാർ തന്നിട്ടല്ല, കമ്പ്യൂട്ടർ തന്നിട്ടല്ല, ബാങ്കിനകത്ത് കുറച്ച് ഫിക്സഡ് ഡിപ്പോസിറ്റ് തന്നിട്ടല്ല. അപ്പച്ച അമ്മച്ചി 2024 കണ്ടവർ 25 കണ്ടില്ല. 25 ജനുവരി കണ്ടവർ ഈ 8-ാം മാസത്തിന്റെ അവസാന ദിവസങ്ങൾ കാണാതെ ഇരിക്കുമ്പോൾ കൊല്ലകടവിൽ, കൊച്ചാലുമൂടിലും, കോടകുളഞ്ഞിലും 40-കാരനും 45-കാരുടെ ആദരാഞ്ജലികളുടെ ബോർഡുകൾ കാണുമ്പോൾ ഇന്ന് രാത്രിയും ബലത്തോടെ ഈ പന്തലിനകത്ത് കൊണ്ടുവന്ന കർത്താവിന് കോടാനുകൂടി സ്തോത്രം. ഇന്ന് രാത്രി എന്നെ നോക്കിയ ഡോക്ടറിന്റെ മഹത്വമല്ല, എൻ്റെ ശരീരത്തിനകത്ത് കയറിയ IV ട്രിപ്പിന്റെ മഹത്വമല്ല, ഞാൻ കടന്ന MRI യൂണിറ്റിന്റെ മഹത്വമല്ല, എൻ്റെ ശരീരത്തിനകത്ത് പമ്പ് ചെയ്ത ആന്റിബയോട്ടിക്കിന്റെ പവറല്ല, എന്നെ വഴി നടത്തിയ ദൈവത്തിന് സ്തോത്രം. എൻ്റെ കണ്ണിന് കണ്ണുനീരിൽ നിന്ന്, കാലിന് വീഴ്ചയിൽ നിന്ന്, പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകൂടി സ്തോത്രം. അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ടെ. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന പ്രിയന്റെ കരം ഇന്ന് രാത്രി മുതൽ ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ വെളിപ്പെടുക. അതരബലമെന്ന സ്തോത്രയാക. അല്പനേരം ദൈവത്തെ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? അവിടെ ആരാധന മുടങ്ങിയിട്ടുണ്ട്, അവിടെ ദൈവകരം ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവമക്കൾ അന്യഭാഷയിൽ ദൈവത്തെ എവിടെ സ്തുതിച്ചിട്ടുണ്ട്, അവിടെ പാരമ്പര്യത്തിന്റെ കോട്ടകൾ തകർന്നിട്ടുണ്ട്. ദൈവജനം എവിടെ മുട്ടുമടക്കിയിട്ടുണ്ട്, അവിടെ ചില കുഞ്ഞുങ്ങളുടെ കരങ്ങൾ നാഥന് വേണ്ടി ഉയരുക. എന്ന് രാത്രി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സാഹചര്യം നിനക്ക് പ്രതികൂലമായിരിക്കും, സമ്മർദ്ദം നിനക്കെതിരെ നിൽക്കാമെന്നാൽ ഇന്ന് രാത്രി സാഹചര്യങ്ങളെ മാറ്റിക്കൊണ്ട് ദൈവസന്ധിയിൽ നിലവിളിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ കൊല്ലകടവിനകത്ത് ഒരു അത്ഭുതം ചെയ്യുവാൻ മഹാദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. മാസിഡോണിയയുടെ കാരാഗ്രഹത്തിനകത്ത് 2 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പൗലോസും ശീലാസും ലോകം കൊടുക്കുന്ന അടിമൊത്തം ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിനകത്ത് ഏൽപ്പിച്ചു. കാലുകൾ ചെങ്ങലയ്ക്കകത്ത് ബന്ധിച്ചു. രാത്രി ലൈറ്റും വെട്ടവുമില്ല. ശരീരത്തിനകത്ത് അടിയേറ്റ പാടുകളും തുള്ളി രക്തമൊക്കെ ചിതറുമ്പോൾ അവരുടെ നാവ് സ്വതന്ത്രമായിരുന്നു. അവർ നാവ് തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ 1-ാമത്തെ അത്ഭുതം, കാരാഗ്രഹത്തിനകത്ത് അവരുടെ കാലുകളെ ബന്ധിച്ച ചങ്ങലകളെ പൊട്ടിക്കുക. കാരാഗ്രഹത്തിനകത്ത് ദൈവശക്തി ഇറങ്ങി വന്നെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക. വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെയും കാൽവരുടെ കൊലക്കളത്തെ തകർത്തുയർത്തെഴുന്നിട്ട് യേശുവിന്റെ നാമം ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് നിനക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ പിശാച് നിനക്കെതിരെ കെട്ടിയ പോരുകളെ തകർക്കുക. നിന്റെ മുന്നോട്ടുള്ള പന്താവുകളെ തകർക്കുക. പിശാച് കെട്ടിയ തന്ത്രശക്തികളെ ഇന്ന് രാത്രി തകർക്കുക. നിന്റെ മേലൊരു അധികാരം ഈ രാത്രി പകരുന്ന രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ഞാൻ ഒരു അമിത ബലം വായിച്ചിട്ടുണ്ട്. എന്ന് രാത്രി അനോന്റിക്ക് പവർ എടുത്ത് ഇന്ന് രാത്രി ആരാധിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിന് മറുപടി തരുക. മാസിഡോണിയയുടെ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയ. 2 ദൈവജനം ആരാധിച്ചു തുടങ്ങിയപ്പോൾ കാരാഗ്രഹത്തിന്റെ മതിലുകൾ ഇടിയുവാനിടയായി തീർന്നു. നാളുകളായി കൊല്ലകടവിനകത്ത് ദൈവജനത്തെ ആരാധനയ്ക്ക് വിടാതെ പിശാച് കെട്ടിവെച്ച പാരമ്പര്യത്തിന്റെ മതിലുകൾ ഈ ദിവസങ്ങളിൽ വചനത്തിലും ആരാധനയിലും തകർന്നുകൊണ്ട് ചില കുഞ്ഞുങ്ങൾ യേശുവിനെ ആരാധിപ്പാൻ, ചിലർ സ്വതന്ത്രമാക്കുവാൻ ക്രിസ്തുവിൽ കൂടിയുള്ള സ്വാതന്ത്ര്യം ലഭിക്കാൻ ഈ കൺവെൻഷൻ മുഖാന്തരമാകട്ടെ. 3 ആരവരെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചുവോ, കാരാഗ്രഹ പ്രമാണി ചോദിച്ചു കുഞ്ഞുങ്ങളെ രക്ഷയ്ക്കായി
എന്ത് ചെയ്യണം? ആ മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കൊല്ലകടവിനോട് 2025 സുവിശേഷ സന്ദേശം ഞങ്ങളുടെ ഇത് മാത്രമാ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കണ്ണുകൾ മൂട. കരുണാമയന് നിത്യന് നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പർദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുവാൻ കാൽവറിയിലെ അടിപ്പിണരുടെ കരം ഈ രാത്രി മുതൽ ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ചില കുടുംബജീവിതം തകർന്നവർ യേശുവിനെ കാണുക, ആത്മഹത്യക്ക് കൊതിക്കുന്ന ചില ജീവിതങ്ങൾ പട്ടണത്തിൽ യേശുവിന് വേണ്ടി കരമുയർത്തുക. ഈ കൺവെൻഷൻ കൂട്ടങ്ങളെ ഞങ്ങൾ തിരുകരങ്ങൾ തരുന്നു. നിത്യതയുടെ കവാടത്തിനകത്ത് ചിലരുടെ പേരുകൾ ചേർത്തപ്പെടുന്ന രാവും പകലുമായി മാറട്ടെ. ശബ്ദം, വെളിച്ചം, പ്രകൃതിയെല്ലാം കാക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കണം. ദൈവദാസന്മാർ, ദൈവസഭകളെല്ലാം എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടണം. പ്രിയ പിതാവേ, ഞങ്ങളുടെ പേരോ ഞങ്ങളുടെ പ്രശസ്തിയോ ബിരുദമോ ഒന്നും ഈ യോഗ പരമ്പരകളിൽ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം കൊല്ലകടവ് ഗ്രൗണ്ടിൽ ഈ ദിവസങ്ങളിൽ ഉയരണം. ആദിയോടെന്ത തിരുസ്ഥാനത്തിൽ മറയ്ക്കും കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. ഒരു അന്ത്യകാലത്തിന്റെ ദൂത് പറയുവാൻ എളിയവനെയും ബലപ്പെടുത്തണം. അങ്ങ് മഹത്വം ഏറ്റെടുത്തതിനായി നന്ദി, പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ഉത്സാഹത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറക്കാൻ കടന്നു വരാം. വായിച്ചത് വിശുദ്ധ വെളിപ്പാട് പുസ്തകം, പുതിയ നിയമത്തിലെ അവസാനത്തെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാം വെളിപ്പാട് പുസ്തകം. ശ്രദ്ധയോടെ വിശുദ്ധ ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരമാ ഹോളി ബൈബിൾ. 1189 അധ്യായങ്ങൾ പൂർണ്ണമായും ബൈബിളിനകത്ത്. അതിനോടനുബന്ധിച്ച് 262 അധ്യായങ്ങൾ. പുതിയ നിയമത്തിന്റെ പ്രത്യേകത 5 ചാലുകൾ പുതിയ നിയമത്തിനകത്ത് സ്വർഗം ഇതിനെ പരിചയപ്പെടുത്തുന്നു. ഒന്നാം തലം സുവിശേഷമാണ് മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള 5 വിളംബരങ്ങളാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. 1 നാഥന്റെ ജനനം, 2 അവന്റെ ജീവിതം, 3 മരണം, 4 തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേൽക്കുന്നു, 5-ാമത്തെ ഒരു സംഭവത്തിന് വേണ്ടി ലോകം കാത്തിരിക്കുന്നു. വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ കൊല്ലകടവുകാർ കാണാൻ പോകുന്നു. രാജാക്കന്മാരുടെ രാജാവായി മശിഹ മടങ്ങി വരും. 2 തിരുസഭ ആചരിക്കേണ്ട ഉപദേശത്തിന്റെ ഉപനിഷത്തുകൾ കർത്തൃദാസൻ എന്ന അപ്പോസ്തല പ്രവർത്തികൾ കൂടി തൊട്ടുവെച്ചു. ധന്യനായ ലൂക്കോസ് വൈദ്യനിലെ കൂടി രേഖപ്പെടുത്തിയത് സഭയുടെ ചരിത്രം അപ്പോസ്തല പ്രവർത്തികൾ. 3-ാം തലം തിരുസഭ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഉപനിഷത്തുകൾ ലേഖകന്മാരിൽ കൂടി പരിശുദ്ധാത്മാവ് ഉല്ലേഖനം ചെയ്തിരിക്കുന്നു. റോമയും കോരിന്തിയും തെസ്സലോനിക്കയും തിമോഥെയോസും എബ്രായരും എഫേസ്യരും കൊലോസിയരും ഒക്കെ വലിയ ലേഖനങ്ങൾ രക്ഷയെപ്പറ്റിയും മാനസാന്തരത്തെപ്പറ്റിയും സ്നാനത്തെപ്പറ്റിയും വേർപാടിനെ പറ്റിയും വിശുദ്ധിയെ പറ്റിയും എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് കഴിയുമ്പോൾ 4-ാം തലം വരുമ്പോൾ അവസാന കാലങ്ങളിൽ ഒരു ചുരുളുകൾ വീണ്ടും ചെറിയ ലേഖനത്തിൽ കൂടി ദൈവദാസന്മാരിൽ കൂടി സംസാരിക്കുന്നതാ. 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസ്, ഫിലോമോൻ, യാക്കോബ്, യൂദ. അതിൻ്റെ പ്രത്യേകത ഇത് മാത്രമാണ്. വരാനിരിക്കുന്ന കാലം, എതിർക്രിസ്തുവിൻ്റെ രംഗപ്രവേശം, അതോടൊപ്പം കൈവിടപ്പെട്ടു പോകുന്നവരുടെ ന്യായവിധിയെല്ലാം അതിനകത്ത് പ്രതിപാദിക്കുന്നു. ഒറ്റ അധ്യായം കൊണ്ട് ലേഖനത്തിൻ്റെ പരമ്പര യൂദ സമാപിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് ദൈവസഭയ്ക്ക് വേണ്ടി അവിടെ മുൻകൂറായി പറയുന്നു. ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് മേടയിൽ നല്ല പാട്ടുകൾ പാടുന്ന കുഞ്ഞുങ്ങൾ இந்த നാളുകളിലെ ഉണ്മயான പാടലെ പാടുകരുത്. പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനുകോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരുന്നു. വൈകിട്ട് 6 മണിക്ക് അവർ പാടിയതിന് ശേഷം ബഹുമാനപ്പെട്ട തോമസ് കുട്ടി സാറ് പ്രാർത്ഥിച്ചു ഉദ്ഘാടനം ഇത് പിന്നെ ആദ്യത്തെ പ്രാർത്ഥന നടത്തിയത്. കർത്താവ് മടങ്ങി വരും. അതിനോടനുബന്ധിച്ച് വീണ്ടും താഴെ അന്ത്യകാലത്ത് പലരും ദൈവസഭയിൽ നുഴഞ്ഞു കയറും. സത്യവചനം പ്രസംഗിക്കാത്ത പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സ്വന്തം മോഹങ്ങൾക്കൊത്ത പരിഹാസികൾ ദൈവസഭയിൽ കടക്കുമെന്ന്. അതിനോടനുബന്ധിച്ച് വീണ്ടും യൂദ ഇങ്ങനൊരു വാക്ക്, വീഴാതിരിപ്പാൻ. ആ ഭാഗം ആരംഭിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാം. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ യൂദ അവസാന ചാലുകൾ വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു. എന്തുകൊണ്ട് യൂദ അങ്ങനെ ഒരു വാക്ക് വ്യക്തമായിട്ട് എഴുതുന്നു? 2019 ഒക്ടോബർ മാസം ചൈനയിൽ
നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ് ഉന്നതിയിലേക്ക് ലോകം പോയിക്കൊണ്ടിരുന്നു. സാമ്പത്തിക മണ്ഡല ശക്തിയോടെ കുതിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടുപിടുത്തങ്ങളുടെ പെരുമഴയും ടെക്നോളജിയും ഇവിടെ പെരുകുമ്പോൾ നാം എല്ലാവരെയും വീട്ടിനകത്ത് ലോക്ക്ഡൗണിൽ ക്വാറന്റൈനിൽ ആക്കിക്കൊണ്ട് 15 രൂപയുടെ സോപ്പിന്റെ കുമിള കൊണ്ട് കഴുകിക്കളയുന്ന ഒരു വൈറസ് ലോകത്തിന്റെ താളഗതികളെ മാറ്റി. യേശുക്രിസ്തുവിന്റെ പുലിവുമല പ്രഭാഷണത്തിൽ നാഥൻ ഇങ്ങനെ പുലിവുമല ശിഷ്യന്മാരോട് സംവദിക്കുമ്പോൾ മത്തായി 24:21 ഇങ്ങനെ ഒരു ഭാഗം രേഖപ്പെടുത്തി. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം. ഇംഗ്ലീഷിൽ we are saying the interpretation in the beginning of the world such a panic or pandemic situation not yet in rise the human kingdom watching a simultaneous pestilence all over the world. ലോകം മുഴുവൻ ഇത് പടരുമെന്ന് അതിന്റെ തുടക്കമാ കാന്തന്റെ വരവിന്റെ ലക്ഷണങ്ങളിൽ ഒരു ഭാഗം കോവിഡ്. അതിനുശേഷം ഇന്ന് നിങ്ങൾക്കറിയാം അമീബ മസ്തിഷ്ക ജ്വരം, ചൈനയിൽ നിന്ന് HMV, H1N1, അത് കഴിഞ്ഞിട്ട് എലിപ്പനി, ഇങ്ങനെ അനവധി മഹാവ്യാധികൾ പെസ്റ്റിലൻസ് ഉലകത്തിൽ വരും. ഒരുപക്ഷെ ഒരിക്കൽ കൂടി കൊല്ലകടവുകാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ബാങ്കുകൾ പൂട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഓഫ്ലൈൻ മാറി ഓൺലൈനിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. ആശുപത്രികളും മറ്റ് പ്രവർത്തനങ്ങളുമൊക്കെ ഇനി ഇങ്ങനെയുള്ള വൈറസും മഹാവ്യാധിയിൽ വന്നാൽ അടച്ചിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യൂത മുൻകൂട്ടി ദൈവസഭയ്ക്ക് വേണ്ടി ഒരു മുന്നറിയിപ്പ്. വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോടെ നിത്യതയിലെത്തിക്കുന്ന നാഥന്റെ വചനത്തെ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഇവിടുത്തെ പ്രതിസന്ധികൾ കാണുമ്പോൾ പ്രാർത്ഥനാമുറിയിൽ മുട്ടുമടക്കിക്കൊണ്ട് കണ്ണീരോടെ പുൽപ്പായിൽ പറയും, ആമേൻ, കർത്താവായ യേശുവേ വരേണമേ. അവർക്ക് വേണ്ടി പുസ്തകത്തിന്റെ പരിസമാപ്തി വിശുദ്ധ വെളിപ്പാട് 22 വരുമ്പോൾ പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാനോട് സ്വർഗം സമ്മതിക്കുന്നു, ബിഹോൾഡ് ഐ ആം കമ്മിങ് സൂൺ, ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ സഭയിൽ മുട്ടുമടക്കട്ടെ, നീതിമാൻ ഒരിക്കൽ കൂടി കരയട്ടെ, സകലർക്കും പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ദൈവസഭയുടെ ഭാവികാല പ്രത്യാശയിലേക്ക് ഇന്ന് രാത്രി 7:30 കാൽവറിയിലെ ക്രൂശീകരണം, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. വളരെ ശക്തമായി കർത്തൃദാസൻ അത് സൂചിപ്പിച്ചു. പാപം ചെയ്ത മനുഷ്യൻ ദൈവസന്ധിയിൽ തേജസ് നഷ്ടപ്പെടുത്തി കോലാട്ടുകൊറ്റനെയും മൃഗത്തെയും അതുപോലെ തന്നെ കുറുപ്രാവുകളെയും മറക്കുമ്പോൾ എന്നും ഈ രക്തം വീഴേണ്ട സ്വർഗം ചോദിച്ചു, ആർ പോകും? പിതാവിന്റെ സന്നിധിയിൽ ഒരുവൻ ഉണ്ടായിരുന്നു, അവൻ പറഞ്ഞു, ഞാൻ പോകാം. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പെന്തിക്കോസിന്റെ പാപമല്ല, CSAയുടെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, ഇസ്ലാമിന്റെ പാപമല്ല. പാപത്തിന് വിമോചനമെങ്കിൽ രക്തം ചിന്തണം. മനസ്സിലാകുന്നവർക്കായി ചെങ്ങന്നൂരിൽ CPMന്റെ സമ്മേളനം നടക്കുമ്പോൾ സഖാക്കൾ ഘോരഘോരം പറയും, രക്തസാക്ഷി സിന്ദാബാ, രക്തസാക്ഷി മരിച്ചിട്ടില്ല. ഇപ്പുറത്തേക്ക് വരുമ്പോൾ തിരുവല്ലായിൽ BJPയുടെ ശിബിരം നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വിളിച്ചു പറയും, ബലിദാനികൾ. അങ്ങനെയെങ്കിൽ സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ഇന്ന് രാത്രി മുതൽ അവനെ ഞങ്ങൾ ഉയർത്തുന്നു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ബാക്കി എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഒരു മിനിറ്റ്, ഒരു ഭാഗത്തിലേക്ക് ഒരു മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് 3 ഘടകങ്ങൾ. വടകി വെളിപ്പാടിലേക്ക് ദേഹം, ദേഹി, ആത്മാവ്. ദേഹത്തിനും ദേഹിക്കും മരണമുണ്ട്, ആത്മാവിന് മരണമില്ല. എൻ പ്രയാണകാലം 4 വിരൽ നീളമായതിൻ പ്രതാപം കഷ്ടത മാത്രം. കുഞ്ഞായിരിക്കുമ്പോൾ മരിക്കും, ബാല്യത്തിൽ മരിക്കും, കൗമാരത്തിൽ മരിക്കും, യൗവനത്തിന്റെ ദിശയിലും മരിക്കും. മരണത്തിന് സമയമില്ല. ഏത് സമയവും നിഴൽ പോലെ മരണം നമ്മളെ പിന്തുടർന്ന് മരണം പിടിക്കും. ദേഹത്തിനും ദേഹിക്കും മരണമുണ്ട്, ആത്മാവിന് മരണമെങ്കിൽ ആ ആത്മാവിനെ നിത്യതയിൽ എത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ഏക സത്യദൈവമായ യേശു ക്രിസ്തു. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളോടത് പറഞ്ഞിട്ടേ ഗവൺമെന്റ് അവസാനിപ്പിക്കത്തുള്ളൂ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളൂ. അവസാന ദിവസങ്ങളിലേക്ക് സയൻസുകളിലേക്കും ഇന്ന് 72 കിലോമീറ്റർ അടിക്കുന്ന കാറ്റുകളിലേക്കും മുഴുവൻ പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങൾ കാന്തൻ്റെ വരവായിരിക്കും. ഇന്ന് രാത്രി അത് AD 30 കാൽവറിയിലെ ക്രൂശീകരണം. അതിനുശേഷം ശക്തമായ റോമിൻ്റെ പടയാളികളുടെ പീഡാകാലം, അഥവാ യേശു ഭക്തന്മാർ യേശുവിൻ്റെ വചനമെടുക്കുന്ന ഗലീലയിലെ ദൈവമക്കളായി ഒരു കാലത്ത് മീൻ പിടിച്ച് സത്യസുവിശേഷത്തിന് വേണ്ടി പടകും വലയും വിട്ടിറങ്ങിയ ദൈവമക്കൾക്ക് ക്രൂരമായ ന്യായവിധി കൊടുത്തുകൊണ്ട് റോമിൻ്റെ ഭരണകൂടങ്ങൾ മുൻപോട്ട് പോയി. ആദ്യം ഹെരോദാവ്, ഏദോമിൻ്റെ ഗവർണർ, പീലാത്തോസ്, റോമിൻ്റെ കൈസർ. ഭരണകൂടങ്ങൾ പതിയെ മാറുന്നു. അതിനുശേഷം വരുന്ന ഭരണകൂടങ്ങൾ ആ റോമിൻ്റെ ചരിത്രത്തിനകത്ത് റോമാ നഗരം ചുട്ടരിച്ച നീറോയും, അതിനുശേഷം യെരുശലേമിന്റെ ദൈവാലയം തകർത്ത ടൈറ്റസ്, തീത്തോസ് തിദിയർ, അത് കഴിഞ്ഞ് വെസ്പേഷ്യൻ, അത് കഴിഞ്ഞ് വരുന്നത് ഡൊമേഷ്യൻ. ഇങ്ങനെയൊക്കെ ലൗദിയോസ്, ക്ലൗഡിയോസ്. ഈ കാലഘട്ടത്തിൽ ആ ഭക്തന്മാർക്ക് ക്രൂരമായ ന്യായവിധി. അടുത്ത ദിവസങ്ങളിൽ അതെല്ലാം നമ്മൾ വരച്ചു കാട്ടി മുൻപോട്ട് പോകും. സ്തേഫാനോസും തൊട്ടുപിറകെ നമ്മുടെ പ്രിയപ്പെട്ട പൗലോസും, അതിനുശേഷം യാക്കോബും പത്രോസും, അവരൊക്കെയും ക്രൂരമായി AD 72 ഇന്ത്യയിലേക്ക് വന്ന തോമാസ് ലീഗയും എല്ലാം ഇവിടെ വധിക്കപ്പെടുമ്പോൾ 64 ഒരു പുള്ളിക്കാരൻ്റെ യാത്രയാകുന്നു.
പറയുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അപ്പോസ്തലനായ യോഹന്നാൻ. പോയത് തുർക്കിയിലെ ഏഷ്യ മൈനറിലാണ്. അവിടെ വയോധികനായ യോഹന്നാൻ ആസിയയിലെ 7 സഭകൾ ഉണ്ടാക്കി. എഫെസോസും ലവോദിക്കയും സ്മർണയും തുദയൂരയും പെർഗമോസും സർദീസും ഫിലാഡൽഫിയ സഭ. ഭരണകൂടങ്ങൾ മാറുമ്പോൾ 90 കാലഘട്ടത്തിനകത്ത് ഡൊമീഷൻ വരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചോദിക്കുന്നൊരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിന് റോം പറഞ്ഞത് തച്ചൻ്റെ മകനെന്ന രക്ഷകനെന്നോ രക്ഷിതാവെന്നോ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി താഴേക്കിറങ്ങി വന്നെന്നോ ഒന്നും ആപ്തവാക്യങ്ങൾ പറയാതെ ഇരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ പറ്റി വരച്ചു കാട്ടുന്നത് അവർ തച്ചൻ്റെ മകൻ. അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ തച്ചൻ്റെ മകൻ്റെ വചനം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞു, സാറേ, പ്രിയപ്പെട്ടവരെയെല്ലാം ഞങ്ങൾ ഒരു പരുവത്തിൽ അവരുടെ ഭാഷയിൽ കാലപുരിക്ക് അയച്ചു. വയോധികനായ ഒരു വ്യക്തി ഇപ്പോൾ കിടപ്പുണ്ട്. എഫെസോസഭയുടെ സീനിയർ പാസ്റ്റർ, അഥവാ സെൻറ്ററിൻ്റെ ചുമതല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സെക്ഷൻ്റെ ചുമതല, അങ്ങനെ ഒരു വ്യക്തി കിടപ്പുണ്ട്. ആരാ? അദ്ദേഹം പറഞ്ഞു, വയോധികനായ യോഹന്നാൻ. എന്തോ പ്രായം കാണും, 90 വയസ്സ് കാണും. അദ്ദേഹം പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അന്നത്തെ കാലത്ത് ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ മുനിസിപ്പൽ കോടതിയുടെ വിധിയൊന്നുമല്ല കുഞ്ഞുങ്ങളെ. താളിയൂലയ്ക്കകത്ത് തിരുത്താണി രേഖപ്പെടുത്തിക്കൊണ്ട് വയോധികനായ യോഹന്നാൻ ഒരു കൽപ്പന കൊടുത്തു പടയാളികളോട്. രാവിലെ ചെല്ലണം, അദ്ദേഹത്തെ പിടിക്കണം, കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ള കൽപ്പന. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, പ്രഭാതത്തിൽ 5 മണിയോട് അദ്ദേഹം സഭയുടെ മുറ്റത്ത് പഴയ നിയമത്തിൻ്റെ ചുരുളുകളൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ ചരിത്രം പറയുന്നു. വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ പടയാളികൾ വന്ന് പറഞ്ഞു, വയോധികനായ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച, താങ്കളുടെ അവസാന ദിവസമാണ്, താങ്കൾ ഇന്ന് വധിക്കപ്പെടുവാൻ പോവുകയാണ്. സഭയ്ക്കകത്ത് കമ്മിറ്റിക്കാരില്ല, പ്രതിനിധികളില്ല, ആരുമില്ല. ഏകദേശം 90 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചൻ, ഒരു കൈകാൽ പിടിച്ചാൽ, ഒരു കപ്പ് കാപ്പി പിടിച്ചാലോ വിറയ്ക്കുന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചങ്ങലകൾ വീണു. കുതിരയ്ക്കകത്ത് 6 കുതിരകളെന്ന ചരിത്രം. 12 പടയാളികൾ മിന്നി വേഗത്തിൽ പോയി. ഏകദേശം 6 മണിക്ക് അവർ റോമിൻ്റെ കാരാഗ്രഹത്തിനെത്തി. വയോധികനെ ഒരു ടേബിളിനകത്ത് സർജറിക്ക് വേണ്ടി വിധേയനാക്കുന്ന ഒരു വ്യക്തിയെ സർജിക്കൽ ടേബിളിനകത്ത് കിടത്തുന്നത് പോലെ അദ്ദേഹത്തെ കിടത്തി. ഓടിപ്പാതിരിക്കാൻ കൈകാലുകൾ ബന്ധിച്ചു. 6:30 മണിയായപ്പോൾ കീറുവാൻ നല്ല ഭാഗത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ശരീരത്ത് പോയിന്റ് വരച്ചെന്ന് രേഖപ്പെടുത്തിയത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. ഈ ഭാഗം മനസ്സിലാക്കണം. 156 മുള്ളുള്ളൊരു കിരീടം, അതിനുശേഷം 39 അടികൾ. പെരിട്ടോണിയസിൻ്റെ ചാട്ടവാറ യേശുക്രിസ്തുവിനെ തകർത്തത്. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ഈയക്കട്ടയ്ക്കകത്തും വാളച്ചൂണ്ടയ്ക്കകത്തും ഒരേ സമയം 2 ചൂണ്ടകൾ ആകാശത്തിൽ ഉയരുമ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ശരീരം വിണ്ടുകീറി. അവൻ്റെ കസിൻ ഒരുവനായിരുന്നു ഇവിടെ റോമിൻ്റെ പടയാളി. അവനായി മനുഷ്യൻ്റെ ശരീരം കീറി മുറിക്കുന്നത്. 6:30 ആയപ്പോൾ മുഖാവരണം ധരിപ്പിച്ചു. കിടക്കുന്ന മനുഷ്യൻ ഒന്നും അറിയത്തില്ല. 7 മണിക്ക് സൈറൺ മുടങ്ങിയെന്ന് ഇസ്രായേലിൻ്റെ ചരിത്രം. ആ സൈറണിനോടുള്ള ബന്ധത്തിൽ ഈ കാരാഗ്രഹത്തിനകത്തേക്ക് പടയാളി കയറി വന്നു. പതിയെ വയോധികൻ്റെ ശരീരം കീറുവാൻ തുടങ്ങി. അനവധി പേരുടെ ശരീരത്തിനകത്ത് മൂർച്ചയേറിയ ആയുധം കുത്തിയിറക്കിയ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിനകത്ത് ആയുധം കുത്തിയിറക്കിയപ്പോൾ ആദ്യം രക്തം പിരിഞ്ഞു. ശേഷം ശരീരം ഒട്ടിപ്പിടിക്കുവാൻ തുടങ്ങി. ഈ പടയാളി ഉടവാൾ അവിടെ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഇദ്ദേഹത്തിൻ്റെ അകത്ത് അസാമാന്യ ശക്തി എന്തോ ഉണ്ട്. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു സർജിക്കൽ ടേബിളിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ICUവിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു വെന്റിലേറ്ററിന് കഴിയത്തില്ല. വചനം മനസ്സിലാകുന്നവർക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? അപ്പച്ച, അമ്മച്ചി, നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നാട് വിട്ട് നാമതയെ കൂട്ടം വിട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. ഈ കറുത്ത പുസ്തകവുമായി ചെങ്ങന്നൂർ കൊല്ലകടവിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് സാധാരണ ദൈവമല്ല. അണ്ഡഘടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെ ഈ ചന്ദ്രനെ അതതിൻ്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ വെച്ച ദൈവം, കൂപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം. അവൻ അറിയാതെ എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഓ, കല്ലിശ്ശേരി KM ചെറിയാൻ അച്ചായനോട് പറയും, ഹാർട്ട് അറ്റാക്ക്, ഇനി ഒരു സ്റ്റണ്ട് ഇടാൻ പറ്റത്തില്ല, ഇനി അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് നടക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഡോക്ടറിന്റെ വാക്കൽ അവസാനം. ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി വിളിച്ചു പറയണ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. അമ്മാമെ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഏത് ക്യാൻസർ ആകട്ടെ, 1 ആകട്ടെ, 2 ആകട്ടെ, 3 ആകട്ടെ, 4 ആകട്ടെ. പരിമല ക്യാൻസർ സെന്റർക്കാർ പെറ്റ് സ്കാൻ എടുത്തിട്ട് കുഞ്ഞുങ്ങളോട് വാരക്കൻ എന്ന് പറയും, അധികം നാളില്ല, പോയ ഒരു 90 ദിവസം കുഞ്ഞുങ്ങളെടുത്ത് ഡയറക്റ്റ് ആയിട്ട് പറയൂ. എന്താ പറയുന്നതെന്ന് അറിയാമോ? ഒരു ശവപ്പെട്ടി കരുതിക്കോളാം. ഇന്ന് രാത്രി MRIയുടെ യൂണിറ്റ് അല്ല വലുത്, കൊബാൾട്ടിന്റെ യൂണിറ്റ് അല്ല വലുത്. ഇന്ന് രാത്രി നിന്റെ കടക്കുന്ന സ്കാനർ അല്ല വലുത്. ഇന്ന് രാത്രി കരമുയർത്തി പറഞ്ഞ എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അവന്റെ പേരെത്ര ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി കരമുയർത്തുന്ന ദൈവമക്കൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ഗ്രൗണ്ടിനകത്ത് നീ പരാജയത്തോടെ കടന്നു പോകരുത്. പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറി, കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങി പോകുക. എന്നാൽ വാഗ്ദത്തമുള്ളവൻ തകരുക. എൻ്റെ ദൈവം അനുവദിക്കും.
അനുവദിക്കത്തില്ല. Something is happened in this moment, this precious moment. The mighty presence of Holy Spirit. ക്യാൻസറിന്റെ സ്റ്റേജുകൾ പലതായിരിക്കും, ഹാർട്ട് അറ്റാക്കിന്റെ വിഷയങ്ങൾ പലതായിരിക്കും. എന്നാൽ അച്ഛാ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, അമ്മാമേ കരമുയർത്തി പറയണം, എൻ്റെ കണ്ണുനീരിന്റെ മറുപടി എൻ്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കാരാഗ്രഹത്തിനകത്ത് ടേബിളിനകത്ത് കിടന്ന യോഹന്നാനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. സർവശക്തന്റെ കരമിറങ്ങിയെങ്കിൽ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി പറയണം, ആ കരം തളർന്ന കരമല്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുക. വയോധികനായ യോഹന്നാനെ പിടിച്ചെഴുന്നേൽപ്പിച്ച കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. രാത്രി നമ്മുടെ കയ്യിലിരിക്കുന്നത് സാധാരണ പുസ്തകമല്ല. പലരും പറയും കൂട്ടസനും മായാവിയും ഡിഗനും ഒക്കെയാണ്. അതൊന്നുമല്ല നമ്മുടെ ബൈബിൾ. നമ്മുടെ ബൈബിളിനകത്ത് 8000 പ്രോമിസ് ഉണ്ട്. 8000 പ്രോമിസ് ലാമിനേറ്റഡ് അവർ ബൈബിൾ. അത് തന്നെ പ്രസംഗിച്ചാൽ വളരെ സമയമുണ്ട്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വെളിപ്പാടിലേക്ക് വേഗത്തിൽ കടക്കാം. ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായിരുന്നു ശൗൽ. ശൗലിൻ്റെ പ്രത്യേകത, കഴുത അന്വേഷിച്ച് പോയവനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി. വന്ന വഴിയല്ല ഞങ്ങളുടെ കണക്കൊക്കെ അവനും വിട്ടുപോയി. അവസാനം പിന്നെ ഒരു വിഷയമുണ്ടായി. അഭിഷിക്തനായ ദാവീദിൻ്റെ നെഞ്ചത്ത് നോക്കി കൊന്തപെറി ഒക്കെ ആയിരുന്നു ഇവൻ്റെ ജോലി. അപ്പോൾ സ്വർഗത്തിനോട് ഇവൻ ചോദിച്ചു, ദാവീദ് കർത്താവേ, ഇവൻ നമ്മളെ പലപ്പോഴും ഇങ്ങനെ വളരെ ദുർഘട വഴികളിൽ നിരത്തിക്കൊണ്ട് പോകുന്നു. അപ്പം സ്വർഗം പറഞ്ഞു, ദാവീദെ നീ പ്രാർത്ഥിച്ചുകൊണ്ടാ മതി. ഗിൽബോറ പർവ്വതനിരയിൽ കൊണ്ടുപോയി തൻ്റെ പ്രിയ മകൻ ഒരു കാര്യം ചെയ്തു. അവൻ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ആയുധപാണികളേറ്റ് അവിടെ വീണു. ഭക്തനായ ദാവീദിനെ എറിവാൻ ഉപയോഗിച്ച കുന്തം ആരെടുത്തെന്നറിയാമോ? അവസാനം ഇവൻ എടുത്തു. ശൗലും അവിടെ തീർന്നു. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, ഞങ്ങളുടെ ഉപദേശിമാരും അധികം പ്രസംഗിക്കാറില്ല. വീരന്മാർ പട്ടുപോയതെങ്ങനെ? ദൈവം വന്ന വഴി, ദൈവം തന്ന വാഗ്ദത്തം, ദൈവം തന്ന വീട്, ദൈവം തന്ന കാറ്, ദൈവം തന്ന ധനമല്ല. ദൈവത്തിൻ്റെ ധനമാഹാത്മ്യത്തിന് ഒത്തവണ്ണം നീ ജീവിച്ചില്ലെങ്കിൽ വഴിവെക്കിൽ വെച്ച് നിന്നെ തീർക്കാനും ദൈവത്തിനറിയാം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ആ ശൗലിൻ്റെ മോൻ യോനാഥാനെ ഓർക്കുമ്പോൾ, ഒരു മിനിറ്റ് കടമെടുക്കുക. ശൗലിൻ്റെ മകൻ യോനാഥാനെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ ദുഃഖമുണ്ട്. ആ കുഞ്ഞ് വളരെ മോശമായിട്ടൊന്നും ചെയ്തേയല്ല. അവൻ പാരമ്പര്യത്തിനകത്ത് അപ്പനോട് ചേർന്ന്. എന്നാൽ തിരുവചനത്തിനകത്ത് വേറൊരു ഭാഗമുണ്ട്, ദാദാൻ അബീരാം കാരക. ആ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു? ദൈവസഭയ്ക്കെതിരെ പോരാട്ടം വന്നപ്പോൾ കുഞ്ഞുങ്ങൾ അപ്പച്ചന്മാരോട് പറഞ്ഞു, ഇത് ദൈവത്താൽ അടിസ്ഥാനപ്പെട്ട ദൈവസഭ, ഒരു കാരണവശാലും ഇതിന് വേറെ പദ്ധതി വെക്കരുത്. ആ കുഞ്ഞുങ്ങളോട് ഈ പിതാക്കന്മാർ മറുതലിച്ചെന്നാണ് പറഞ്ഞത്. കൊല്ലക്കടവുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ കോരകിൻ്റെ മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കർത്താവെ, ഞങ്ങളെ കൊല്ലക്കടവ് AG ബദേലി കേട്ടില്ലെങ്കിലോ ആലയത്തിൻ്റെ വാതിൽക്കൽ കാവൽക്കാരായി നിന്നൊരു വാക്ക് സ്തോത്രം പറയുക, ഞങ്ങളെ ബലപ്പെടുത്തണമേ. അകത്ത് കയറ്റിയില്ലേലും കമ്മിറ്റിക്കകത്തിരുത്തിയില്ലേലോ സെക്ഷനിലിരുന്നില്ലെങ്കിലും ഞങ്ങളെപ്പോലെ സ്റ്റേജുകൾ ഇളക്കി മറിച്ചില്ലെങ്കിലോ ആ പള്ളിയുടെ വാതൊക്കെ നിന്നൊരു കരമുയർത്തി ഹല്ലേലൂയ പറയുക, ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ദൈവസന്ധിയിൽ കരയാൻ തയ്യാറായ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവശക്തി ഇറങ്ങി വന്നപ്പോൾ അവർ അഭിഷേകത്തോടെ സങ്കീർത്തനം എഴുതുവാൻ കൃപ ചെയ്തു. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ നിന്റെ പാരമ്പര്യം നിന്നെ അത്യുന്നതയിൽ എത്തിക്കത്തില്ല, കീശയുടെ കാശ് നിന്നെ എത്തിക്കത്തില്ല, നിന്നെ ഡോക്ടറേറ്റ് ഒരു തലത്തിലും എത്തിക്കത്തില്ല, നിന്റെ കുഞ്ഞുങ്ങളുടെ ധനമാകാത്മ്യം ഒരിടത്തും എത്തിക്കത്തില്ല. നെഞ്ചു കീറി കൈവച്ചൊരു കാര്യം പറയണം, ആയുസുള്ള നാളല്ല നാഥനെ സ്തുതിപ്പാ. എൻ്റെ നാവുകളെ തുറന്ന് ദൈവത്തെ ആരാധിപ്പാൻ അകത്ത് കമ്മിറ്റിയിലോ ഭദ്രാസനത്തിലോ സിംഹാസനത്തിലോ ഇരുത്തിയില്ലെങ്കിലോ പള്ളിയുടെ പുറത്തെങ്കിലും നിന്നൊരു ഹല്ലേലൂയ പാടുക. ഞങ്ങളെ ദൈവം ബലപ്പെടുത്തണമെന്ന് കോരകിൻ്റെ മക്കളോട് ചേർന്ന് പറയുക. കരുത്തുറ്റൊരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഈ ഗ്രൗണ്ടിനകത്ത് വാർത്തെടുക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. അതിനുശേഷം രണ്ടാമതായി വീണ്ടും ഒരുവനെ ദൈവം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. അവൻ്റെ പേരായിരുന്നു ദാവീദ്. അങ്ങനെ ഇരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനുണ്ട്, ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകൻ. ആ പ്രവാചകൻ്റെ പേരാണ് ശമൂവേൽ. സഹോദരിമാർക്ക് പറ്റിയ ഒരു ഭാഗമാണ് വേഗത്തിൽ വെളിപ്പാടിലേക്ക്. ഇന്ന് രാത്രി അങ്ങനെ ഒരു അമ്മച്ചി ഇടയ്ക്ക് ചർച്ചിൽ പോകുമായിരുന്നു. അമ്മച്ചിയുടെ പേര് ഹന്ന അമ്മച്ചി. അമ്മച്ചി പോകണമെങ്കിൽ ഒരു കാര്യമുണ്ട്, വീട്ടിലും നമ്മുടെ പ്രതികൂലമായിട്ട് ഒരു അമ്മാമ ഉണ്ടായിരുന്നു, പെനീന. എന്നാലും ചർച്ചിൽ പോയ അമ്മച്ചി ദൈവസന്ധിയിൽ നിലവിളിച്ചു. കർത്താവ് പ്രാർത്ഥന കേട്ടു. ഉദരഫലമൊക്കെ കിട്ടുന്നതിന് പെട്ട് അമ്മച്ചി കരം ഉയർത്തി പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? എന്തെങ്കിലും ദൈവനാമത്തെ നന്മയ്ക്ക് കിട്ടിയാൽ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിരിക്കട്ടെ. സ്വോത്രം. അത് പറഞ്ഞപ്പോൾ സന്തോഷമില്ലല്ലോ. ചർച്ചിനകത്ത് പള്ളിക്കകത്ത് കരഞ്ഞല്ലേ ആലയത്തിനകത്ത് നിലവിളിച്ചപ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങി. തന്നെ കരമുയർത്തി പറഞ്ഞു, കർത്താവ് എന്ത് കിട്ടിയാലും ദൈവനാമ മഹത്വത്തിന്. അങ്ങനെ കിട്ടിയ ഒരു പൈതലായിരുന്നു അനുഗ്രഹിക്കപ്പെട്ട ശമൂവേൽ. അപ്പോൾ ഏലി പുരോഹിതന് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അമ്മയുടെ പേരായിരുന്നു കോപ്പിനിയും പിന്നെ കാശും. അത് പറഞ്ഞപ്പോൾ സന്തോഷമില്ലല്ലോ. മാസയോഗത്തിന് വരത്തില്ല, സിയുടെ പരിപാടിക്ക് വരത്തില്ല, മധ്യപരിത സെമിനാറിന് വരത്തില്ല, പറന്തലി കൺവെൻഷന് വരത്തില്ല,
ടാക്സ് കൊടുക്കാൻ പറ്റത്തില്ല. അവൻ്റെ ജോലി ചെങ്ങന്നൂന്ന് അൽപകാമം കുഴിമതിയിൽ നിന്ന് കറക്കമായിരുന്നു. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഇവരെല്ലാം കൈകാര്യം ചെയ്യാൻ കർത്താവിൻ്റെ വടിയുണ്ട്, മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ആ സമയത്ത് പാവപ്പെട്ട ശമൂവേൽ ചർച്ചിനകത്ത് പായ വിരിക്കുന്നു, അതിനുശേഷം പാത്രത്തിൽ വെള്ളമെടുക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് മിറ്റമടിക്കുന്നു. സന്തോഷമില്ലല്ലോ സ്വോത്രം. അങ്ങനെയൊക്കെ ചെയ്താൽ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും, മനസ്സിലാകുന്നവർക്കായി. ചെങ്ങന്നൂർ ഏജിക്കാർക്കൊന്നും സന്തോഷമില്ല. ഷൈജു തങ്കച്ച പാസ് മിണ്ടാതിരിക്കുന്നു സ്വോത്രം. ഇപ്പം നമ്മളെല്ലാം മിണ്ടാതിരുന്ന ദൈവം ഒന്ന് അറിഞ്ഞുകൊള്ളുകയാണല്ലോ, അതിന് പ്രത്യേക സന്തോഷം സ്വോത്രം. പള്ളിയുടെ മുറ്റത്തുനിന്ന് പാവിരിച്ചാലും പള്ളിക്കകത്തുനിന്ന് തൂത്ത് തുടച്ചാലും ആലയത്തിൻ്റെ മുറ്റത്തെ കരിയിലെ ഒന്ന് മാറ്റിയാലും നിൻ്റെ തലമുറകളെ ദൈവം മാനിക്കും സ്വോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട് കുഞ്ഞെ മോനെ. പള്ളിയുടെ മുറ്റത്ത് വന്ന് ഒരു കരിയില തൂത്താലും വിഷമിക്കേണ്ട, 2 പായിട്ടാലും വിഷമിക്കേണ്ട, പൊട്ടത്തമ്പേർ അടിച്ചാലും വിഷമിക്കേണ്ട, ആ പ്ലാറ്റ്ഫോമൊക്കെ ഒന്ന് വൃത്തിയാക്കിയാലും അതിൻ്റെ മറുപടി തരുന്നവനാ സ്വർഗത്തിലെ ദൈവം. അങ്ങനെ അനുഗ്രഹിച്ച എത്ര പേര് ചെങ്ങന്നൂരുണ്ട്? സന്തോഷമില്ലല്ലോ. സെക്ഷൻ പ്രസ്ബിറ്ററും ഉണ്ടെന്നില്ല സ്വോത്രം. നിന്റെ പദവി കണ്ടിട്ടല്ല, വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ദൈവാലയത്തിൽ വന്ന് കണ്ണുനീരോട് ആലയത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തവൻ്റെ തലമുറകൾ ലോക രാജ്യങ്ങളിൽ കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ കരമിറങ്ങിയെങ്കിൽ ആ കരം ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ശുശ്രൂഷയിൽ തളർന്നു പോകുന്ന മക്കളായി തീരരുത്. ഏലിയുടെ മക്കളെ പോലെ ലോകത്തിൻ്റെ മോഹങ്ങൾക്കകത്ത് വീഴാതെ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് ഏതെങ്കിലും കവലയിലോ കമ്പോളത്തിലോ ഞങ്ങളുടെ കുടുംബത്തെ വിടുവിച്ച, ഞങ്ങളുടെ കുടുംബങ്ങളെ വിടുവിച്ച സർവശക്തനായ യേശുവിനെ ഉയർത്തുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാര് കൊല്ലകട പേജിയിലല്ല, ചെങ്ങന്നൂർ സെക്ഷനിൽ നിന്ന് പരിശുദ്ധാത്മാവ് വാർത്തെടുക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വളരെ കൃത്യമായി വചനം കേൾക്കണം. ശമൂവേലിനോട് സ്വർഗത്തിൻ്റെ ശബ്ദം ഇറങ്ങി അടിയനെ ഇതാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സംഭവം. ഇപ്പോൾ ഇസ്രായേലിലെ ഒരു 2 രാജാവുകൾ ശമൂവേലിനോട് സ്വർഗം സംസാരിച്ചു, കുഞ്ഞെ നമ്മുടെ പഴയ ആ ബസ്പാ സ്കൂട്ടറിനകത്ത് പോയി നീ ഒരു കാര്യം ചെയ്യണം, ഇശായിയുടെ വീട്ടിൽ ചെന്നിട്ട് ഒരുവനെ രാജാവാക്കണം. അപ്പോൾ ശമൂവേലിനും ഭയങ്കര സന്തോഷമായി. രാവിലെ ലാൻഡ് ലൈൻ നമ്മുടെ കൊല്ലകട പേജിലെ കണക്ക് ഇശായി അച്ചായനെ ശമൂവേൽ വിളിച്ചിട്ട്, അച്ചായ ഞാൻ അങ്ങോട്ട് വരുക, കുഞ്ഞുങ്ങളെല്ലാം നിവർത്തി വെച്ചിരിക്കണം, ഇന്ന് ഒരുത്തന്നെ ഞങ്ങൾ അവിടെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോവുക. സ്വോത്രം. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഇശായി വീട്ടിൽ നിന്ന് ഒരുവൻ ഇസ്രായേലിൻ്റെ രാജാവല്ലയോ. കുഞ്ഞുങ്ങളെ നല്ല കില്ലറിൻ്റെ പാൻറ്റും മാൻഹൂസൈൻ്റെ ഷർട്ടും, അത് കഴിഞ്ഞിട്ട് പുനലൂരിൻ്റെ ബദേലിൻ്റെ ബിരുദവും ബാംഗ്ലൂർ ബെറിയൻ്റെ MD എല്ലാം കൊടുത്ത് അവിടെ ഇരിക്കുക. സ്വോത്രം. ശമൂവേൽ ചെന്ന ഉടനെ അച്ചായനൊരു ചായയൊക്കെ കൊടുത്തു. ഒരു സങ്കീർത്തനം 20 വായിക്കാൻ തുടങ്ങി, ഒരു പാട്ടും പാടി. റോബിൻ പാടുന്ന പോലെ നാനും എൻ വീടും എൻ വീട്ടാരനെ ഈ വരും. സന്തോഷമില്ലല്ലോ സ്വോത്രം. അച്ചായനും വിചാരിച്ചിപ്പോൾ അഭിഷേകം നടക്കുമെന്ന്. 1 2 3 4 5 7 ഒരുവൻ്റെ കയ്യിൽ കരം വെച്ചപ്പോൾ സ്വർഗം പറഞ്ഞു, ഇവനെ ഞാൻ കണ്ടിട്ടില്ല. ദ സെക്കൻഡ് വൺ സ്വർഗം പറഞ്ഞു, ഇവനെ ഞാൻ കണ്ടിട്ടില്ല. മൂന്നാമതും ഒരുവൻ്റെ മേൽ കൈവച്ചപ്പോൾ സ്വർഗം കണ്ടിട്ടില്ല. ഇടുക്കിയിൽ നമ്മുടെ മണിയാശാൻ പറഞ്ഞല്ലോ 1 2 3 4 5 6 7 മനസ്സിലാകുന്നവർക്കായി ഒറ്റ ഒരുത്തനെയും കണ്ടിട്ടില്ല. സത്യം. ഇവിടെ ഇരിക്കുന്ന കർത്താവിൽ എൻ്റെ പ്രിയ സ്നേഹിതർ ഇവരൊക്കെ അന്നേ കൈവയ്ക്കുകയല്ല. ഞാൻ പച്ചയ്ക്ക് ക്രൈസ്തവരെ എഴുത്ത് വരികയില്ല. കവർ കിട്ടിയിരുന്ന ഞാൻ എല്ലാത്തിനും തൈലവും കൊടുത്ത് ഓർഡിനേഷൻ അടിക്കാനും മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അങ്ങനെയുള്ളവനല്ല ശമൂവേൽ. അവരൊരമ്മച്ചി കരഞ്ഞപ്പോൾ ദൈവാലയത്തിനകത്ത് കണ്ണുനീരിൻ്റെ നിറവിൽ നിന്നവനാ ശമൂവേൽ. അവൻ അനധികൃതമായി ദൈവഹിതത്തിനും വചനത്തിനും എതിരായി ഒരു ദൂതിനകത്തും അവൻ വീഴുന്നവനല്ല. അവൻ ഇശായിയോട് ചോദിച്ചൊരു കാര്യമുണ്ട്, അച്ചായ വേറെ വല്ല പിള്ളേരിക്കുന്നത് തമിഴ്നാട്ടിൽ. അപ്പം അച്ചായൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മുണ്ടകയത്ത് നമുക്ക് കൂട്ടിക്കൽ കുറച്ച് ആടുണ്ടായിരുന്നു, അവിടെ ഒരുവൻ കിടപ്പുണ്ട്, എന്താ അവൻ്റെ പേര്? സ്വർഗം പറഞ്ഞു, ദാവീദ്. അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. ഇന്ന് രാത്രി ഓർക്കേണ്ടവർ ഓർക്കത്തില്ല, നാട്ടുകാർ തള്ളിക്കളയും. അപ്പനും അമ്മയും നിനക്ക് സ്വത്തുവകകളൊന്നും കാണത്തില്ല. ഒന്ന് പക്ഷേ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ ബിരുദം നിന്റെ കരങ്ങളിൽ കാണത്തില്ല. ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിലെ MPhiലും കാണത്തില്ല. ഒന്ന് ദാവീദിന്റെ പിൻപിലുണ്ടായിരുന്നു. ചില ചെറുപ്പക്കാർ ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുക്കണം. എന്താ ദാവീദിന്റെ പിൻപിലുണ്ടായിരുന്നത്? അപ്പനും അമ്മയും തള്ളിയാലും അവൻ കാട്ടിനകത്ത് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു. ഇന്ന് രാത്രി ഡോക്ടറേറ്റ് അല്ല വലുത്, ഇന്ന് രാത്രി PhD അല്ല വലുത്, അതൊക്കെ ആവശ്യമാണ്, അതെല്ലാം നേടിയതാ ഞങ്ങൾ. എന്നാൽ ഒന്ന് കരമടിച്ച് ആരാധിക്കുന്നവൻ അധിക ദിവസം കൂട്ടിക്കൽ മലയിൽ കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി മോനെ, നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ആരാധിക്കുന്ന മോളെ അന്യഭാഷയിൽ നീ ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിനെ പറ്റി നിനക്കൊരു പ്ലാൻ സ്വർഗത്തിന്റെ സന്ധിയിൽ നീ സമർപ്പിച്ച ഒരു രേഖയുണ്ടെങ്കിൽ അതിനകത്ത് മറുപടി തന്ന് പൊന്നുപോലെ ആദരിക്കാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. 2 ദാവീദിന്റെ പിൻപിൽ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. അപ്പൻ്റെ ആടുകളെ തകർക്കുവാൻ വന്ന വന്യമൃഗത്തെ തകർക്കാൻ അവൻ്റെ മേൽ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. ഇന്ന് പല പെന്തിക്കോസുകാരെ എവിടെ പോയെന്നറിയത്തില്ല. അഭിഷേകം അന്യഭാഷ പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. മോനെ മോളെ, നീ അന്യഭാഷയിലൊന്ന് ആരാധിച്ചു നോക്ക്. വഴികളെ തുറക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം.
നീ അന്യഭാഷയിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു നോക്ക്. നിനക്കെതിരെ പോരാടുന്ന ദുഷ്ടശക്തികൾ ഓടിപ്പോകുന്നതാ. സ്തോത്രം. ഇയ്യോബ് പറയുന്നത് പോലെ നീ കരം കൊട്ടി ആരാധിക്കുമ്പോൾ നിന്റെ ശത്രുക്കൾ തകർന്നു വീഴുന്ന കാഴ്ചയുണ്ട്. അഭിഷേകത്തോടെ കരമടിക്കുന്നവൻ അധിക നാളം ആട്ടുകൂട്ടിനകത്ത് കിടക്കത്തില്ല. വചനം മനസ്സിലാകുന്നവർക്കായി ചേട്ടന്മാർ അവനെതിരെ വേലി കെട്ടി, നാട്ടുകാർക്ക് അവനെതിരെ ബൗണ്ടറി കെട്ടി, ചേട്ടന്മാർ അവന്റെ സ്വത്തുമൊത്തവും അടിച്ചു മാറ്റി. അവർ പറഞ്ഞു ഒരു നാളും പുറത്തു വരത്തില്ല. എന്നാൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ആരൊക്കെ നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാൽ, ആരൊക്കെ കൊല്ലക്കടവിൽ നിനക്കെതിരെ വേലി കെട്ടിയാൽ നിന്റെ തലമുറകൾ പുറത്തു വരത്തില്ലെന്ന് ദുഷ്ടപിശാച് പറഞ്ഞാൽ ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്ക് എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്. ആരാധിക്കുന്ന നിന്നെ പുറത്തു കൊണ്ടുവരുക. We need a new generation. ഇന്ന് രാത്രി arise Jesus Christ in all over the world. Do not stay in Changanur. Do not stay in Kollakadav. Further you will travel the many countries. Arise the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആരാധിക്കുന്ന കുഞ്ഞുങ്ങളെ പട്ടണത്തിനകത്ത് കൊണ്ടുപോകുക. ദാവീദിന്റെ കണ്ണുനീരിന്റെ അകത്ത് ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ആരാധിക്കുന്നവൻ അധിക ദിവസം വീട്ടിനകത്ത് കിടക്കത്തില്ല. ആരാധിക്കുന്നവൻ അധിക ദിവസം കൊല്ലകടവിൽ കിടക്കത്തില്ല. ഓ, ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായി വഴി നടത്തുക. ദാവീദിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല. പട്ടണങ്ങൾ പിടിച്ചടക്കുവാൻ, രാജ്യങ്ങൾ പിടിച്ചടക്കുവാൻ നിന്റെ മേലൊരു അഭിഷേകം ഇന്ന് രാത്രി പകരുന്ന രാത്രിയായി മാറട്ടെ. അതുകൊണ്ട് കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ദാവീദ് ഇങ്ങനെ പാടുന്ന അപ്പച്ചമ്മച്ചി അപ്പനും അമ്മയും ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ ചേർത്തുകൊള്ളും. അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. വാഗ്ദത്തമുള്ളവനെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് അനുഗ്രഹിച്ച് വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് 2025 8 മാസം അവസാനം സന്തോഷത്തോടെ ഈ ഗ്രൗണ്ടിൽ പറയണം, യഹോവ എൻ്റെ ഇടയനാകുന്നു. സന്തോഷമില്ലല്ലോ, എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. സന്തോഷമില്ലല്ലോ, തീർന്നില്ല. ഇവിടുത്തെ ബാങ്കുകൾ ചെങ്ങന്നൂർ പൊട്ടട്ടെ, പച്ചയായ പുൽപ്പുറത്തിൽ കൂടെ അവ എന്നെ നടത്തിക്കൊള്ളു. സ്വോത്രം. ഇവിടെ വെള്ളത്തിനകത്ത് ഇൻഫെക്റ്റഡ് വാട്ടർ വരട്ടെ, മമ വിഷമിക്കണ്ട. സ്വസ്ഥതയുള്ള തുള്ളി വെള്ളം നിന്റെ കിണറ്റിനകത്ത് തരുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി വിളിച്ചു പറ, മൂലമറ്റത്ത് ടർബൈൻ കത്തട്ടെ, കൂടംകുളം ആണവ നിലയത്തിനകത്ത് ട്രാൻസ്മിഷൻ ഇല്ലാതാകട്ടെ. കരമുയർത്തി പറയണം, കൂരിരുൾ താഴ്വരെ കൂടി ഞാൻ കടന്നു പോയാലും എന്നെ കരം പിടിച്ച് നടത്താൻ എൻ്റെ ദൈവ ശക്തനാ. ഒരു 4 മാസം കൂടെ നമ്മുടെ പിൻപിലുണ്ട്. കരമുയർത്തി പറയണം, അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ പറയണ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. മോനെ, നീ പാടാൻ തയ്യാറാണെങ്കിൽ പട്ടണങ്ങൾ നിന്നെ കൊണ്ടുപോകും. നീ കരമടിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറെങ്കിൽ നിന്റെ നാവിനകത്ത് പുതിയ പാട്ട് തരുവാൻ എൻ്റെ ദൈവ ശക്തനാ. നീ വചനം തുറന്ന് വായിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആയിരങ്ങളുടെ നടുവിൽ നിന്നെ വചനം പ്രസംഗിപ്പാൻ ദൈവം ബലപ്പെടുത്തും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അവൻ്റെ കൃപയിൽ താഴ്ന്നിരിക്കുന്ന മക്കളെ തക്ക സമയത്ത് ഉയർത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഈ രാത്രി വചനം ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. അങ്ങനെയെങ്കിൽ ദർശനത്തിന് ദൈവം ഒരവധി. അതുകൊണ്ട് പ്രോമിസുകൾ മാറുന്നില്ല. 2ാം ഭാഗം നാളെയും വെളിപ്പാടിലേക്ക്. യോഹന്നാൻ എന്ന വയോധികനെ നാട് കടത്തുന്നു പത്മോസിന്റെ ഏകാന്തതയിൽ. അവൻ മുട്ടുമടക്കുമ്പോൾ സ്വർഗം തുറക്കുന്ന കാഴ്ച. നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, കാലുലയിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ്. 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ സൂര്യനെ പോലെ അവന്റെ മുഖം പ്രകാശിച്ചു. യോഹന്നാൻ മുട്ടുമടക്കി, ഒരു കരം അവനെ തൊട്ടു. ആദ്യൻ അന്ത്യൻ, ആൽഫ ഒമേഗ, മരണത്തിൻ പാതാളത്തിൻ തക്കോൽ എൻ കൈവശമുണ്ട്. ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, യോഹന്നാൻ അപ്പോസ്തലൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകം, ആ വിശുദ്ധ വെളിപ്പാട് പുസ്തകം, മറ നീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. അപ്പോക്കലിപ്സ്, രംഗപടത്തിന് പിൻപിൽ യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. കുഞ്ഞെന്ന് വായിച്ചു. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. അധ്യായം 1 വരുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ചു കാട്ടുന്നു. 2-3 ആസിയയിലെ 7 സഭയെ നാളെ മുതൽ 4 നാം ആരംഭിക്കും. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകം തുറപ്പാൻ യോഗ്യ. 5 വരുമ്പോൾ കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു. 6 മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുതൽ 11 വരെ ഇസ്രായേലിന്റെ നിലവിളി. 12 ആൺകുട്ടി സിംഹാസനം. 13 ഒരുവന്റെ കയ്യിലേക്ക് ലോകം വരുവാൻ പോകുന്നു. തിരുവചനത്തിലേക്ക് തിരിച്ചു വരൂ. ശ്രദ്ധയോടെ ഇരിക്കണം. ബൈബിളിനകത്ത് 10 യുഗങ്ങളുണ്ട്. 1-ാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം, നാളെ പറയും. 2 നിൽക്കൽമഷ യുഗം.
യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി. കൃപായുഗം കഴിഞ്ഞാൽ 4 യുഗങ്ങൾ പുറകെയുണ്ട്. 1 ഉപദ്രവം, 2 മഹോപദ്രവം, 3 1000 ആണ്ട് വാഴ്ച, 4 നിത്യ യുഗങ്ങൾ. ഇലാബറേറ്റ് ആയിട്ട് ഈ ദിവസങ്ങൾ വെളിപ്പാടായതുകൊണ്ട് കൃത്യമായി പറഞ്ഞുതരും. കൃപായുഗത്തിനകത്ത് 3 സംഭവങ്ങൾ നടക്കും. ഒന്നാമത്തെ സംഭവം, കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ ദൈവസഭ രൂപാന്തരപ്പെട്ട് നിത്യതയിൽ എടുക്കപ്പെടും. അതാ തിക്ലിംഗ് ഓഫ് ഐസ്, അതാ കാറ്റടിക്കുന്നു 72 കിലോമീറ്റർ. നാളെ രാത്രി നമ്മൾ ചിന്തിക്കും, അല്പം നേരത്തെ നിങ്ങൾ വരണം. ക്യൂമിനോ നിംബസ്, 5ാമത്തെ ഒരു മേഘം. കൊച്ചി കുസാറ്റ് പറയുന്നു, മനുഷ്യൻ മരണം കാണാതെ എടുക്കപ്പെടുന്ന ഒരു കാലം വരും. അതാ 72 കിലോമീറ്റർ ഇന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഏറ്റവും നൂതനമായ കാറ്റുകൾ ഇവിടെ അടിക്കുന്നു. വിൻഡ് സ്റ്റോം 72 കിലോമീറ്റർ ഫാർ. അത് നാളെ ചിന്തിക്കും, മനുഷ്യൻ മരണം കാണാതെ ഈ തലമുറയിൽ എടുക്കപ്പെടും. 2 ഒരു അന്തിമ യുദ്ധം ഇവിടെ നടക്കും. അതിൻ്റെ ചാലുകളാണ് ഇന്നത്തെ ഇസ്രായേൽ 7 രാഷ്ട്രങ്ങളുമായി യുദ്ധത്തിലേക്ക് വരുന്നു. അതിനാസ്പദമായി മത്തായി 24, 1, 2, 3, 4, 5. അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ ചോദിച്ചു, യേശു ഗുരു, അതെപ്പോൾ സംഭവിക്കുന്നു? എൻ്റെ വരവും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും. മറുപടി 6 കാര്യങ്ങളായിരിക്കും കൊല്ലക്കടവ് ഏജിയുടെ കൺവെൻഷനിൽ ഈ ദിവസങ്ങളിൽ. മത്തായി 24, 32, 33, 34, 35, 36. ബൈബിൾ കൂടെ അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പുള്ളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ കൊല്ലകടവിലെ ദൈവമക്കൾ ഇവിടെ കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിലും ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ 2 ഭാഗങ്ങൾ ഇനിഷ്യലായിട്ട് ഇന്ന് രാത്രി പ്രസംഗിക്കുമ്പോൾ അവസാനിക്കും. ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ 6 ലക്ഷണങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വളരെ സാവധാനത്തിൽ സ്പീഡ് കുറച്ച് ബഥേലിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ മനസ്സിലാക്കണം. 1 യഹൂദ ലക്ഷണം, 2 എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം, 3 പ്രപഞ്ചത്തിലെ മാറ്റം, 4 ഏകലോക മതം, 5 നോഹയുടെ കാലത്തെ പെരുമഴ, 6 ലോത്തിന്റെ കാലത്തെത്തി. 2 ഭാഗങ്ങൾ ഇന്ന് രാത്രി, അടുത്ത ദിവസങ്ങളിൽ. അങ്ങനെയെങ്കിൽ 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളർത്തു കൊമ്പിളതായി. 2028 ഇസ്രായേലിൽ 80 വയസ്സ്. ഒരു മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 80. 2028 വരുമ്പോൾ 80ലേക്ക് കടക്കുന്ന ഇസ്രായേൽ. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി പോരാളികളുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായി. Nowadays 7 countries going battle with Israel. 1 ഇറാൻ, 2 ടർക്കി, 3 സിറിയ, 4 ലബനോൻ, 5 ഹമാസ്, 6 യമൻ. അത്തിയെ നോക്കി ഒരു ബൊമ്മ പിടിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. ഇതിൻ്റെ പിൻപിൽ വരാൻ പോകുന്ന ഒരു 3-ാം ലോകമഹായുദ്ധമാ. ചെങ്ങന്നൂരേക്കുള്ള വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് യാത്രയായി ഏകദേശം മണ്ണന്തല എത്തിയിട്ടേ ഉള്ളൂ. അതാ ഈറ്റുനോവിൻ്റെ ആരംഭം. വിശുദ്ധ ബൈബിൾ കൂടെ മത്തായി 24, 6, 7 യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാനുള്ളത് തന്നെ. ജാതിയോടും രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ. ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം. ഗർഭിണിക്ക് ലേബർ പെയിൻ വരുന്നത് പോലെ. അങ്ങനെയെങ്കിൽ ഇതൊരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് ഒറ്റ വാക്ക് ചൊന്നുകൊണ്ട് വെളിപ്പാടിലേക്ക് ശ്രദ്ധയോടെ ഇരിക്കണമേ. എസെക്കിയേൽ പ്രവചനം 38:7-8 വായിക്കേണ്ട. അതിനാണ് ആസ്പദമായി ഇപ്പോൾ 2 സംഭവങ്ങൾ നടന്നു. 2024 അവസാനം അമേരിക്കയിലെ റിസൾട്ട് വന്നപ്പോൾ ഇന്നത്തെ പലസ്തീൻ പ്രൊവിൻസിൻ്റെ ലീഡർ മഹമ്മൂദ് അബ്ബാസ് അദ്ദേഹം എവിടെ ചെന്നു? റഷ്യയിൽ ചെന്നിട്ട് ശ്രീ വ്ളാഡിമിർ പുടിനോട് പറഞ്ഞു, സാറ് ഞങ്ങളെ നയിക്കണം. അങ്ങനെയെങ്കിൽ അതിന് പുറകെ ആദ്യത്തെ വെടിനിർത്തൽ ഹമാസ് പോരാളികളുമായിട്ട് 2025 വന്നു. അനവധി ലീഡേഴ്സിനെ ഇസ്രായേൽ കൊന്നു കളഞ്ഞപ്പോൾ ഹമാസിൻ്റെ ലീഡേഴ്സ് ചെന്നിട്ട് റഷ്യയുടെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞു, സാറ് നീ ഞങ്ങളെ നയിക്കണം. 2650 കൊല്ലം മുമ്പ് കേബാർ നദീതീരത്ത് പ്രവാസത്തിൽ നിന്ന് എസെക്കിയേലിനോട് സ്വർഗം പറഞ്ഞൊരു വാക്കായത്. ബൈബിൾ കൂടെ കരങ്ങളിൽ. എസെക്കിയേൽ 38:7-8 നീ അവർക്ക് മേധാവിയായി തീരും. റഷ്യ ലാറ്റർ ഡേയ്സ് വണ്ടി വിട്ടതേയുള്ളൂ. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. ഈ യുദ്ധം എവിടെ? വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്ന്, ആഫ്രിക്കയിൽ, നൈജീരിയയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടത് 110 രാജ്യങ്ങളിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന ഒരു ജനമുണ്ട്. അവരാ ഇന്നത്തെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. വാളിനൊഴിഞ്ഞു പോകുന്നത് പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായി ഒരു ദേശത്തേക്ക് ഇതെല്ലാം വന്നു ചേരും. നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതനിര
വരെ 48 മെയ് 14 വരെ അറബി ഒട്ടകം ഓടിച്ചു മൂങ്ങ മൂളിയ ഒരു സ്ഥലത്ത് ഒരു കൂട്ടം ആൾക്കാർ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വരും. അതിന്റെ പേര് 3-ാം ലോകമഹായുദ്ധം. എന്നാൽ നമ്മുടെ പ്രത്യാശ ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ശ്രദ്ധയോടെ വചനം, കാൽപ്പനികമായ വചനം. ഇന്ന് രാത്രി അത് കഴിഞ്ഞാൽ ലോകം ഒരുവൻ ഭരിക്കണം. 1, 2, 3. 1-ാം ലോകമഹായുദ്ധം. ഇവിടെ ഒരു സംഘടന വന്നു, ലീഗ് ഓഫ് നേഷൻ, സർവ്വരാഷ്ട്ര സംഘടന. പഠിച്ചിരിക്കണം കുഞ്ഞുങ്ങൾ. അടുത്ത ദിവസം സഭയിൽ ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ നോട്ടും കൂടെ. അത് കഴിഞ്ഞ് 2-ാം ലോകമഹായുദ്ധം. 5.5 കോടി പേർ മരിക്കുമ്പോൾ ഇനി ഒരു യുദ്ധം വേണ്ട ഒരു സംഘടന വന്നു. അവൻ്റെ പേര് ഇന്നത്തെ യുണൈറ്റഡ് നേഷൻസ്, അന്തോണീസ് ഗുട്ടറാസ്. അങ്ങനെയെങ്കിൽ ആഫ്റ്റർ ദ 3rd വേൾഡ് വാർ ഒരുവൻ ലോകം ഭരിക്കുവാൻ വരുന്നു. ദാറ്റ് മീൻസ് ന്യൂ വേ വേൾഡ് ഓർഡർ. ബൈബിൾ തുറക്കാം, കുഞ്ഞു വായിക്കും, കൂടെ സമാധാനത്തിരിക്കണം. വെളിപ്പാട് 13:1-2 ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 13 വേഴ്സ് 1 and 2 വായിക്കാമുള്ള വെളിപ്പാട് 13:1-2 വാക്യങ്ങൾ വായിച്ചു തുടങ്ങാം. അപ്പോൾ 10 കൊമ്പും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ 10 കൊമ്പും എപ്പോൾ? അതിന്റെ മലയാളം ബൈബിൾ ക്ലാസ് എടുക്കുന്നത് പോലെ വളരെ താഴ്മയോടെ ഞാൻ പ്രസംഗിക്കുന്നത്. നോട്ട് ചെയ്യണം, സ്പീഡേ എടുക്കത്തില്ല. അപ്പോൾ 10 കൊമ്പ് ആഫ്റ്റർ ദ 3rd വേൾഡ് വാർ. അതായി 10 കൊമ്പ്. 10 കൊമ്പ് ഇന്നത്തെ യൂറോപ്യൻ യൂണിയൻ. ശ്രദ്ധയോടെ, യൂറോപ്പിന്റെ പ്രത്യേകത ഇന്ന് EU ഉണ്ട്. 30 രാജ്യങ്ങളായിരുന്നു യുനകത്തുള്ളത്. പക്ഷെ വോട്ടവകാശമുള്ളത് 12 രാജ്യങ്ങളാണ്. ഒരിക്കൽ കൂടി യോഗം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ചോദിക്കാം, എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ തരും. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. രാജ്യങ്ങളുടെ പേര് ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ഇതിൽ ഒരു രാജ്യമായി ഇന്നത്തെ ഗ്രേറ്റ് ബ്രിട്ടൻ. ദാണ്ട് മാഞ്ചസ്റ്ററും ലിവർപൂളും ലൈറ്റണും. അത് കഴിഞ്ഞിട്ട് ഈ വരുന്ന ഇതെല്ലാം ഇന്നത്തെ ബ്രിട്ടൻ. ഇവർ യൂറോയിൽ നിന്ന് മാറിക്കഴിഞ്ഞു. ഇവർ ഒരു സ്വതന്ത്രമായി പഴയ പൗണ്ടിലേക്ക് വരുന്നു. 11ആയി. ഇനി ഒരെണ്ണം കൂടെ മാറുമ്പോഴാ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ചാലുകൾ. 10 കൊമ്പ് വായിക്കാം. അടുത്തത്. അപ്പോൾ 10 കൊമ്പും 7 തലയും. 7 തല 2 ഭാഗങ്ങളെ ഉദ്ദേശിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങൾ. 7 ഭൂഖണ്ഡങ്ങൾ ഒരുവന്റെ കയ്യിൽ വരും. ഇന്റർനെറ്റ് അടുത്ത ദിവസങ്ങളിൽ അത് പ്രസംഗിക്കും. 1 ഏഷ്യ, 2 ആഫ്രിക്ക, 3 തെക്കേ അമേരിക്ക, 4 വടക്കേ അമേരിക്ക, 5 ഓസ്ട്രേലിയ, 6 അന്റാർട്ടിക്ക. ഇങ്ങനെ 7 ഭൂഖണ്ഡങ്ങൾ. ഏഷ്യയും തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും ഓസ്ട്രേലിയയും യൂറോപ്പും അന്റാർട്ടിക്കയും 7 ഭൂഖണ്ഡങ്ങൾ ഒരുവന്റെ കയ്യിൽ വരും. അതിനോടനുബന്ധിച്ച് ഇവിടെ ഒരു വ്യംഗ്യാർത്ഥമുണ്ട്. ഇന്നത്തെ യൂറോപ്പിനകത്ത് ഇറ്റലി. കുഞ്ഞുങ്ങൾ സമാധാനത്തോട് ശാന്തമായി ഒഴുകുന്ന ഒരു നദിയുണ്ട്, ടൈബർ. ടൈബറിന്റെ അക്കരെ 7 മലയുണ്ട്. ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അവന്റേൻ, കൊറിയൻ, ബിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. ഒരു മതം ഇതിന് വഴിയൊരുക്കും. അദ്ദേഹം ഒന്നുമല്ല അന്തിക്രിസ്തു. ഒരു മതത്തെ ഞങ്ങൾ പറയത്തില്ല. ഒരിടത്ത് 10 കൊമ്പ്. അപ്പോൾ തന്നെ 7 ഭൂഖണ്ഡവും 7 മലയാ. 10 കൊമ്പ് 7 തലയും. അടുത്തത് കൊമ്പുകളിൽ വായിക്കാം. കൊമ്പുകളിൽ 10 രാജമുടിയും. 10 രാജമുടി ഭരണത്തെ കാണിക്കുന്നു. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റയ്ക്കല്ല, പിണറായി വിജയൻ ഒറ്റയ്ക്കല്ല ഭരിക്കുന്നത്. നമ്മുടെ സജി ചെറിയാൻ സാറിരിക്കുന്നു, വീണ ജോർജ് സാറുണ്ട്, ശിവൻകുട്ടി ചേട്ടനുണ്ട്, വാസവൻ ചേട്ടനുണ്ട്. അതുപോലെ രാജമുടി ഓരോ വിങ്സ് അത് കാണിക്കുന്നത്. ബ്രിട്ടനിൽ ഒരു വിഭാഗത്തിന് വരുന്ന പെൺകുട്ടിയുടെ പുറത്തെ തലയിൽ ഒരു ക്രൗൺ വെക്കും. അതാ ബ്രൈഡൽ ക്രൗൺ. അതിനോടനുബന്ധിച്ച് 10 പോയിന്റുകൾ കാണും. അതുപോലെ ഒരു രാജഭരണം വരുമ്പോൾ വിവിധ തലങ്ങളിൽ ഒരു ഭരണാധികാരിയോട് ചേർന്ന് നിൽക്കുന്ന രാജമുടിയെ ഇത് വരച്ച് കാണിക്കുന്നത്. അടുത്ത ഭാഗം ക്ലിയർ കട്ടായിട്ട് വായിക്കാം. അടുത്തത്. തലയിൽ ദൂഷണ നാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതാ ഏകലോക ഭരണം. ദൂഷണനാമം. എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മം. അങ്ങനെ ഒരുവൻ ഭരണത്തിൽ നിന്ന് കയറുന്നത് കണ്ടു. ഞാൻ കണ്ട. വായിക്കാമുള്ള അടുത്ത വാക്യം. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും. അതാ ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ. അഥവാ റോമാ സാമ്രാജ്യത്തിന്റെ ഉദയം. വീണ്ടും അവർ തിരിച്ചു വരും. അതാ ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശം. അടുത്തത്. അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെ. കരടിയുടെ കാൽ. മേദ്യ പാർസ്യ. അതാ ദാനിയേൽ പ്രവചനത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതാ ദാര്യാവേശം, കോരശും. വായിക്കകത്ത് 3 വാരിയലുകൾ ഉണ്ടായിരുന്നു. ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ. ഇവരെല്ലാം എതിർ ക്രിസ്തുവിന് പിന്തുണ കൊടുക്കും. അടുത്തത്. വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. സിംഹമുഖമായിരുന്നു ഇറാഖിലെ നെബൂഖദ്നേസർ. നിമ്രോദിന്റെ തലയിറക്കുന്ന നായാട്ടു വീരന്മാർ. അങ്ങനെയെങ്കിൽ ഇറാഖ് ഇതിന് പിന്തുണ കൊടുക്കും. അതിന് വായിക്കാം മക്കളെ. മഹാസർപ്പം തന്റെ ശക്തിയും. മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. 3-ാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ലോകത്തെ നയിക്കുവാൻ ഒരുവൻ
വരുമെന്ന്. അങ്ങനെയെങ്കിൽ ഈ മൃഗത്തെ ആര് കാണും? എന്തിനു വേണ്ടി കൺവെൻഷൻ വെച്ചിരിക്കുന്നു? വായിക്കാം. വെളിപ്പാട് പുസ്തകം 17, 8, 9 വാക്യങ്ങൾ. ബൈബിൾ കൂടെ വളരെ താഴ്മയോടെ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 17, 8, 9 വാക്യങ്ങൾ. നീ കണ്ട മൃഗം. വായിക്കാം മക്കളെ. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും. ബിഫോർ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ റോമാ സാമ്രാജ്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി 200 വർഷം നമ്മളെ ഭരിച്ചതാ. അതുപോലെ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും. നൗവേഡേസ് ജനാധിപത്യം ഇപ്പോൾ ഇവിടെ ഇല്ലാതിരിക്കുന്നതും. ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. അടുത്തത് ഉണ്ടായിരുന്നതും. ബൈബിൾ ഉള്ളവരെല്ലാം ഈ വാക്യം ഈ കൺവെൻഷനിൽ നോട്ട് ചെയ്യണം. കർത്തൃദാസന്മാര് കുഞ്ഞുങ്ങളുമെല്ലാം ഈ കുഞ്ഞ് വായിക്കുന്ന വാക്യം ഒന്ന് നോട്ട് ചെയ്താട്ടെ. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ള മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ക്ലിയർ വായിക്കണം. ഒന്നുകൂടെ വായിച്ചോട്ടെ. ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതിയവരെവിടെ പോകും? കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അതിനുവേണ്ടിയായി ഈ കൺവെൻഷൻ. ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ കാന്തന്റെ വരവിൽ എടുക്കപ്പെടും. സ്വോത്രം. അതുകൊണ്ടാണ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികൾ ഈ മൃഗത്തെ കാണും. അതുകൊണ്ടാണ് ഞാൻ 2 ദ്വയാർത്ഥം ഇവിടെ പറഞ്ഞത്. 1 7 ഭൂഖണ്ഡം, 2 7 മല. കുഞ്ഞടുത്ത വാക്കോട് വായിച്ചോട്ടെ. ഇവിടെ ജ്ഞാനം കൊണ്ട് ബൈബിൾ എടുക്കാം. വായിക്കാം. ഇവിടെ ജ്ഞാനം കൊണ്ട് വായിച്ചോട്ടെ. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അതാ ഇറ്റലിയിലെ ടൈബർ തീരം, ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അവന്റേൻ, കൊറിയൻ, വിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. വരാം. ദാനിയേൽ പ്രവചനം. എന്നിട്ട് 20 മിനിറ്റ് നമുക്ക് അമേരിക്കയിൽ പോയിട്ട് തിരിച്ച് കൊല്ലകടവിലേക്ക് മടങ്ങിയും വരാം. വായിക്കാം. ബൈബിളിനകത്ത് 2 പ്രവചന ഭാഗങ്ങൾ മേജറാ. പഴയ നിയമത്തിലെ 27 ബാബേൽ പ്രവാസത്തിനകത്ത് തൻ്റെ പ്രിയ പുരുഷനായ ദാനിയേൽ ഉലകഭരണത്തെ ദർശിക്കുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധ വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ 27ാമത്തെ പുസ്തകം, രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം, പത്മോസിന്റെ ഏകാന്തതയിൽ വയോധികനായ യോഹന്നാൻ ദർശിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഭരണം മാറും. ഒരുവന്റെ കയ്യിലേക്ക് ഭരണം വരും. വായിക്കുന്നു. ബൈബിൾ കൂടെ എടുക്കണം. അതുകൊണ്ടാണ് ദാനിയേൽ 8, 23, 24, 25. In this evening we are going Daniel prophecy chapter 8 verse 23, 24, 25. അവരുടെ രാജ്യത്വത്തിന്റെ വായിച്ചു തുടങ്ങിക്കോ മോളെ. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് ഇന്നത്തെ രാജ്യം കണ്ടു. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. എല്ലാവരും കേട്ടാട്ടെ. അതാ ഉലക ഭരണം. ഒരു കാലത്ത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ്, അത് കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അനവധി പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് പല ആവശ്യത്തിനും. അന്ന് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ്, എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവർ ഇവിടുത്തെ കോട്ടയത്തേക്ക് മാറിയിട്ടില്ല. അന്ന് BA വേൾഡ് ഹിസ്റ്ററി ദാനിയേൽ പ്രവചനം ശക്തമായിട്ടുണ്ടായിരുന്നു. ലോകഭരണങ്ങൾ. അതാ മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റ്. ശ്രദ്ധയോടെ. തല തങ്ക നെബൂഖദ്നേസർ, നെഞ്ചും കയ്യും ദാര്യാവേശ്, അരഭാഗം ഗ്രീക്കിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, കാലിന്റെ തുടർ റോമാ സാമ്രാജ്യം. ഇന്നത്തെ ഇരുമ്പും കളിമണ്ണുമുള്ള ജനാധിപത്യ ഭരണം. അത് കഴിഞ്ഞതിന് ശേഷം ഒരുവൻ ഭരണത്തിൽ വരും 10 കൊമ്പ്. വായിക്കാം. ന്യൂ വേ വേൾഡ് ഓർഡർ. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്. വായിച്ച മോളെ. അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, ഇന്നത്തെ ഭരണാധികാരികളുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും. ഇന്റർനെറ്റ് വഴി അവന്റെ അധികാരം വലുതായിരിക്കും. അടുത്ത വാക്ക്. സ്വന്തം ശക്തിയാൽ അല്ലതാനും അവൻ അതിശയമാമണ്ണ നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അതനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെ നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഭരണാധികാരി ഇവിടെ വരും. നമുക്ക് പോകാം. 20 മിനിറ്റ് നേരത്തേക്ക് അമേരിക്കയിലേക്ക്. ഒരു ഭരണാധികാരി ഇവിടെ വന്നാൽ വളരെ താഴ്മയോടെ നിങ്ങൾ സ്കൂളിൽ ഇരിക്കുന്നത് പോലെ കേൾക്കണം. നല്ല ശാന്തമായ അന്തരീക്ഷം, സിസ്റ്റം എല്ലാം ദിവസോട്ട് സാർ ശരിയാക്കിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു ഭരണാധികാരി ഇവിടെ വന്നാൽ he will take it the land order. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹം മാറിയപ്പോൾ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ വന്നു. DGPയെ മാറ്റി, പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ മാറ്റി, SP-മാരെ മാറ്റി. അവരുടെ ഇംഗിതത്തിനകത്ത് he will take it the land order. ഇന്ത്യയിലെ ശ്രീ മൻമോഹൻ സിംഗിന് ശേഷം ബഹുമാനപ്പെട്ട മോഡിജി ഇന്ത്യൻ പ്രധാനമന്ത്രിയായത്. കര, വ്യോമസേന, നാവികസേന, ഗവർണർമാർ, അതുപോലെ തന്നെ ഉപദേഷ്ടാക്കളെല്ലാം അവരുടെ ഭരണത്തിന് ഒത്തവണ്ണം മാറ്റിയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വന്നാൽ അവൻ നിയമത്തെ കയ്യിലെടുക്കും. ഈ ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. എന്താ നിയമം? എവിടെ നിയമം? കാർമിക നിയമം. ശ്രദ്ധയോടെ. ബൈബിൾ 1 ഉൽപ്പത്തി. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇംഗ്ലീഷിൽ യൂണിവേഴ്സ്, അതുപോലെ ഗ്രീക്ക് മൂലഭാഷയിൽ അതിനെ വിളിക്കുന്നത് ഇന്നത്തെ കാസ്മോസ്. അതാ നോഹ
നോഹയുടെ കാലത്ത് പോയത്. 1, 2 ഉൽപ്പത്തി 2 മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നു. എവിടെ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നു? ചിലർ പറയുന്നത് കുരങ്ങ, ചിലർ പറയുന്നത് ചിമ്പാൻസിയ. ഇവിടെ ശ്രദ്ധയോടെ, ഇന്ന് ഇറാഖിൻ്റെ വടക്കേറ്റത്ത് ഒരു നദി ഒഴുകുന്നു. ആ നദിയുടെ പേര് ഏറ്റവും നിർണായകമായ യൂഫ്രട്ടീസിൻ്റെ അക്കരയിൽ ഒരു മണ്ണുണ്ട്, എത്യോപ്യ. അവിടെ നിന്ന് 6 ഘടകങ്ങൾ സ്വർഗമെടുക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. മനുഷ്യനെ എങ്ങനെ മെനഞ്ഞു? ചിമ്പാൻസിയല്ല, കുരങ്ങനല്ല. എങ്ങനെ മനുഷ്യൻ മെനയപ്പെട്ടു? ഉൽപ്പത്തി 2:7 നിലത്ത പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞു, മണ്ണിൽ നിന്നല്ല. രണ്ടാമത്തത് ഏറ്റവും നിർണായകമായി ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പൊടിയെ പറ്റി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയേൽ 12:2 നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും എഴുന്നേൽക്കും. 4-ാം ഭാഗം അഹരോന്റെ മരണം കാണുമ്പോൾ മോശ ചമയ്ക്കുന്ന സങ്കീർത്തനം, നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവം മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേ, മർത്യനെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. മണ്ണിൽ നല്ല മനുഷ്യനെ മെനഞ്ഞത്. മണ്ണിനകത്ത് 97 മൂലകമുണ്ട്. പൊറോക്സോൾ. ഇവിടെ റാന്നിക്കാർ തോമസ് കുട്ടി സാറുണ്ട്, വളരെ അനവധി പേര് റാന്നിക്ക് അറിയാം. വെള്ളയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നല്ല പാറയുണ്ട്. പാറയിൽ നിന്ന് മനുഷ്യനെ മെനയാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഈ പാറ ഫിൽട്രേറ്റ് ചെയ്യുമ്പോൾ പൊടി കിട്ടും, മണ്ണ് ഫിൽട്രേറ്റ് ചെയ്യുമ്പോൾ പൊടി കിട്ടും. ആ പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞു. ഇവിടെ ഒരു ഭാഗം, 1-ാമത്തെ സയൻസ്, KM ചെറിയാനല്ല, പരിമലയല്ല, സിട്ടാവായ ദൈവം ആദമിനെ മെനഞ്ഞു. അവൻ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തേജസ്സിലും ബഹുമാനത്തിലും അധികാരത്തിലും മെനഞ്ഞതിന് ശേഷം ആദമിൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി. ശ്രദ്ധയോടെ. അവൻ്റെ കാലുകൾ ചലിക്കാൻ തുടങ്ങി, അവൻ്റെ കണ്ണുകൾ ഓപ്പൺ ആവാൻ തുടങ്ങി, അവൻ്റെ മുടി അനങ്ങാൻ തുടങ്ങി, അവൻ്റെ കിഡ്നിയുടെ പമ്പിങ് ക്ലിയറായി, ഹാർട്ടിൻ്റെ ആർട്ടിക്കിളും വെൻട്രിക്കിളും പ്രവർത്തിക്കാൻ തുടങ്ങി, കിഡ്നിയുടെ ഫങ്ഷൻസ് എല്ലാം നോർമലായെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാം, കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ആദ്യത്തെ വെന്റിലേറ്റർ KM ചെറിയാനല്ല, ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിമല കോളേജ് അല്ല, സൃഷ്ടാവായ ദൈവത്തിന്റെ ശ്വാസം ആദമിന്റെ മൂക്കിനകത്ത് വ്യാപരിച്ചപ്പോൾ അവന്റെ ശരീരത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നെങ്കിൽ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ആരാധിക്കുന്ന നിന്റെ ബ്ലഡിന്റെ ലെവല് മാറ്റുവാൻ സർവശക്തന് കഴിയും. നിന്റെ ക്രിയാറ്റിന്റെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ ശരീരത്തിനകത്ത് വ്യാപരിക്കുന്ന രോഗത്തിന്റെ സെല്ലുകളെ മാറ്റുവാൻ അവന്റെ ശക്തിക്ക് ശ്വാസത്തിന് കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ പറയൂ, എൽ ശദ്ദായ്, സകലത്തിനും മതിയായവനായ ദൈവം. ആദം ഏകനായിരിക്കുന്നത് നന്നല്ല, അതിനൊരു തക്ക തുണ. ഇവിടെ 2-ാമത്തെ സയൻസ്, നീറ്റ്, എഞ്ചിനീയറിങ്, കേട്ടറ്റ്, ടീറ്ററ്റ് എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആദമിന് ദൈവം ഗാഠനിദ്ര വരുത്തി. അതിനകത്ത് ആദ്യം കണ്ടുപിടിച്ചത് ക്ലോറോഫോം. ചങ്ങനെ കോടകുളങ്ങഞ്ചിക്കാരുടെ ഭാഷ ആദ്യം തോമാച്ചാനും പിന്നെ അവറാച്ചാനും. അവൻ്റെ മൂത്ത ചേട്ടൻ അനസ്തേഷ്യ. കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേര് ഡോക്ടർ ജെയിംസ് സിംസൺ. കുഞ്ഞുങ്ങൾക്ക് സന്തോഷമില്ലല്ലോ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ആ സിയുടെ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയേക്കണേ പാസ്റ്റേ, സന്തോഷമില്ലല്ലോ. ആ ടാലൻറ്റ് കേസിലും ഒന്ന് എഴുതിയേക്കണേ. ഇവർ കേട്ടിട്ട് ഒരു ചെവി കൂടെ കളയരുത്. അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അദ്ദേഹമാണ്. പലരും പാർട്ടിക്കിൾ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ജെയിംസ് സിംസൺ, നോബൽ സമ്മാനം നേടി. കേട്ടോ മക്കളെ, അദ്ദേഹം ബൈബിൾ വായിച്ചിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. ആദമിന് എങ്ങനെ ഗാഠനിദ്ര വരുത്തി. മലയാളം മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. നോബൽ സമ്മാനം കിട്ടി പ്രായമായി, കാലൊക്കെ ഇച്ചിരി വയ്യാതായി. അന്ന് പത്രക്കാർ, ഇന്നത്തെ കണക്ക് ചാനലുകാരല്ല, പത്രക്കാർ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറേ നോബൽ സമ്മാനം കിട്ടി, സന്തോഷമില്ല? അദ്ദേഹം പറഞ്ഞത്, നോബൽ സമ്മാനം കിട്ടിയതല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചതാ എൻ്റെ സന്തോഷം. ആരാ? ഡോക്ടർ ജെയിംസ് സിംസൺ. അങ്ങനെയെങ്കിൽ അവരെ കൊണ്ടുവന്നതാ ഏദൻ. പലരും പറയാറുണ്ട് ഏദനിനാ ബനഞ്ഞെന്ന്. ഉൽപ്പത്തിയിൽ കൃത്യമായിട്ടുണ്ട്. അവരെ കൊണ്ടുവന്ന് അടക്കി പാടുക, പെറ്റുപെരുക, സന്താനപുഷ്ടി ഉള്ളവരാകുക, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം 1000 സംവത്സരം. അപ്പോൾ ആദ്യത്തെ കല്യാണം നടത്തിയത് ആര്? ചെങ്ങന്നൂരിലെ മജിസ്ട്രേറ്റ് അല്ല, തിരുവല്ല മുനിസിപ്പൽ കോടതിയല്ല, പത്തനംതിട്ട ജില്ലാ കോടതിയല്ല, സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ഇവിടെ അടുത്ത അനവധി പള്ളികളുണ്ട്. ബഹുമാനപ്പെട്ട RCയുടെ പള്ളികളുണ്ട്, യാക്കോബ പള്ളിയുണ്ട്, ബർത്തോം പള്ളിയുണ്ട്. അവിടെ 2 കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ. ഒരു പ്ലാറ്റ്ഫോമിനകത്ത് വൈദികൻ വിളിക്കും, നല്ല കൗമകളെല്ലാം ചൊല്ലിയിട്ട് ഇങ്ങനെ ഒരു പാട്ട് കൊയറിനെ കൊണ്ട് പാട്. എന്താ പിന്നെ, വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാലത് വാഴ്ത്തി മണവാളന് നൽകി മണവാട്ടിക്കും വൈദിക സമ്മാശന്മാരാൽ. അപ്പം ഞങ്ങളുടെ മോൻ റോബിൻ അവിടുന്ന് കീബോർഡ്, ഏതൻ തോട്ടം നട്ടോനെ നീയാ ഞങ്ങളുടെ മണവാളൻ. എവിടെ കേൾക്കാനാ സ്വോത്രം? നമ്മൾ ശവക്കോട്ടയിരുന്ന് സെൽഫി അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ മനസ്സിലാകുന്നവർക്കായി. ആ വൈദികൻ എത്ര ക്ലിയറായിട്ട് പാടുന്നു. ഏതൻ്റെ പൂങ്കാവനത്തിനകത്ത് ആദം ഹവ്വ ദമ്പതികളെ സംയോജിപ്പിച്ച് ആദ്യത്തെ കുടുംബജീവിതത്തിന് അടിസ്ഥാനപ്പെട്ട സ്വർഗത്തിൻ്റെ കരത്താൽ ഇവരുടെ വിവാഹ ജീവിതം. പെന്തിക്കോസുകാരെ മിണ്ടുന്നില്ലല്ലോ. ചെറുപ്പക്കാരന് പെൺകുട്ടിയും താഴെ വന്നിരിക്കും. ഇവിടെ ഷൈജു തങ്കച്ച സാറിനെ തന്നെ പിടിക്കാം, സ്വോത്രം വാക്യം വായിക്കും. എന്നിട്ട് അവിടെ ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും സ്റ്റേജ് കയറാൻ പറ്റുമോ?
ആദ്യം ഒന്ന് കയറാൻ തല കാണിച്ചിട്ട് ഗുഡ് ബൈ, സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതായി പെന്തിക്കോസിന്റെ പ്രസംഗവും. വിവാഹ നിശ്ചയം കഴിഞ്ഞവർക്ക് മാത്രമേ അവർക്കൊരുക്കിയ സീറ്റിനകത്ത് കയറാൻ പറ്റുമെങ്കിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ഉടമ്പടി ചെയ്യാത്ത ഒറ്റ കുഞ്ഞും അക്കരെ നാട്ടിൽ കടക്കത്തില്ല. മനസ്സിലാകുന്നവർക്ക്. അതുകൊണ്ടാ ബൈബിൾ യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ മനസ്സിലാക്കണം. അല്ല കല്യാണത്തിന് എന്നിട്ട് സ്ക്വാഷും ചിപ്സും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യം. ഉടനെ പെങ്കൊച്ചിനെയും പിടിച്ചു പയ്യനെയും പിടിച്ചു നിങ്ങൾ കടന്നു വന്ന ഉടനെ കല്യാണം. അതൊന്നുമല്ല. രണ്ട് ദൈവദാസന്മാർ വചനം പറയും, വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയും. കർത്തദാസൻ കരയ്ക്ക് പിടിക്കും, കൈക്ക് പിടിച്ചിട്ട് മോനോട് പറയും, മോനെ നിന്റെ സമീപത്തേക്കുന്ന ഈ പെൺകുട്ടിയെ ഭാര്യയെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? അവൻ പറയും തയ്യാറ്. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും മറ്റു വേളകളിലുമെല്ലാം അവളെ സഹായിച്ച് ഒരു ഉത്തമ കുടുംബജീവിതം നയിക്കാൻ നീ തയ്യാറാണോ? ഹല്ലേലൂയ. ചില പിള്ളേരാണ് ഒരു വളരെ സന്തോഷം. സ്വോത്രം. പെൺകുട്ടിയോടും ചോദിക്കും, മോളെ നിന്റെ സമീപത്തേക്കുന്ന പുരുഷന് ഭർത്താവായി സ്വീകരിച്ച് നീ മുൻപോട്ട് പോകാൻ കുടുംബജീവിതം നയിക്കാൻ തയ്യാർ? യെസ് പാസ്റ്റർ. ഉടനെ അബ്രഹാമിന് സാറേ, ഇസഹാക്കിന് റബേക്ക, യാക്കോബിന് റാഹേൽ കൊടുത്ത കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച കർത്താവിൻ്റെ കരത്താൽ ഇവരുടെ ഉഭയസമ്മതം ഞങ്ങൾ നടത്തിയ ഒരു പുതിയ കുടുംബത്തെ ഉളവാക്കുന്നു. കൃപയാൽ ഈ കുടുംബത്തെ ദൈവം കാക്കട്ടെ, ഇവരുടെ തലമുറകളെ ദൈവം കാക്കട്ടെ, സഭയ്ക്കും കുഞ്ഞുങ്ങൾക്കും കൊള്ളാവുന്ന മക്കളായി ഇവർ തീരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്ക് പറയും, നമ്മളാരും കേൾക്കാറില്ല. ഏതെൻ്റെ പൂങ്കാവനത്തിലിറങ്ങി വന്ന് ആദം ഹൗവ ദമ്പതികളെ സംയോജിച്ച സർവശക്തന്റെ കരത്താൽ. എത്ര പേര് എവിടെ നമ്മൾ ചിക്കൻ കാല് കാണാൻ നോക്കിക്കും. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാ. ബാക്കി കേട്ടോ, ഇവൻ ഭരണത്തിലായി, വിവാഹമില്ല. അതാ ഞാൻ പറഞ്ഞു അമേരിക്കയിൽ പോയിട്ട് കൊല്ലകടവിലേക്ക് തിരിച്ചു വരാൻ പോവാ. എല്ലാവരും കണ്ടോണം, മോനെ ലൈവും കൊടുത്തോണം, അല്ലേ തന്നെ പോസ്റ്റുകൾ വരുക എങ്കിലും സമാധാനത്തോടെ. വിവാഹമോ? ഞങ്ങളില്ല അമേരിക്കക്കാർ. 51 സ്റ്റേറ്റുകളിൽ അമേരിക്കയിൽ വിവാഹമില്ല. അന്ത്യകാലം. ദൈവം വെച്ച നിയമം സാത്താൻ മാറ്റിക്കഴിഞ്ഞു. കാർമിക നിയമം. രണ്ടാമത്തെ കാര്യം, ഒന്നിച്ച് താമസിക്കുന്നു മലയാളി പെൺകുട്ടികൾ. കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ പറഞ്ഞിട്ട് സന്തോഷമില്ല. എല്ലാം കടുപ്പിക്കുന്നില്ല. ഇപ്പം കടുപ്പിച്ച അവസാനം ആൾ കാണിയല്ല. ഒന്നിച്ച് താമസിക്കാൻ പെൺകുട്ടികൾ. അതിൻ്റെ നാടൻ മലയാള കുഞ്ഞമ്മ ചിന്നമ്മയെ വിവാഹം കഴിക്കുന്നു. അതിന് ഇംഗ്ലീഷിൽ ഓമന പേരിട്ടിട്ടുണ്ട്, ലെസ്ബിയൻ മാരേജ്. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അത് കഴിഞ്ഞിട്ട് കത്തോലിക്ക സഭ. ഒരു മതത്തെ ഞാൻ കുറ്റം പറയത്തില്ല. മുഴുവൻ രേഖ മലയാള മനോരമ, ഇന്ത്യൻ എക്സ്പ്രസും ഇല്ല, ഗൾഫ് ടുഡേ ഇല്ല, ടൈം മാഗസീനും എല്ലാം മലയാളത്തിൻ്റെ നോട്ടായിരുന്നു. ഇതാ കിടക്കുന്നു. വിൻസെന്റ് ബ്രൂണോയും 2 അച്ചായന്മാർ പള്ളിയിൽ കല്യാണം നടത്തി. കോടകുളഞ്ചിയിൽ അവറാച്ചാനും തോമാച്ചാനും പള്ളി കല്യാണം. ദൈവം വെച്ച കാർമിക നിയമം. സ്വവർഗ വിഭാഗം ഫ്രാൻസിൽ അംഗീകാരം. അച്ചായന്മാരെല്ലാം നോക്കിയാട്ട് ഒരു കാലത്ത് മിഷണറിമാർ ഫ്രാൻസിൽ നിന്ന് ലണ്ടനിൽ ഇവിടെ നിന്ന് സത്യസുവിശേഷം പറഞ്ഞ നാട്ടിൽ ഇന്ന് സ്വവർഗ വിഭാഗം. ദൈവം വെച്ച കാർമിക നിയമം മാറ്റി. അടുത്തത് സ്വവർഗ വിഭാഗം. US-ൽ പച്ചക്കൊടി. ബിൽ ക്ലിന്റൺ പുറേ പറഞ്ഞുതരാം. അതുകൊണ്ട് അമേരിക്കയിലേക്കാൻ പോകുന്നത്. സ്വവർഗ വിഭാഗത്തിന് US-ൽ പച്ചക്കൊടി. അന്ത്യകാലമായി. ഇതുകൊണ്ട് ഓസ്ട്രേലിയ, സിഡ്നി, മെൽബൺ, അഡ്ലൈഡ്, ബ്രിസ്ബെയിൻ ദാ കിടക്കുന്നു. എല്ലായിടത്തും സ്വവർഗ വിഭാഗം. ദൈവം വെച്ച നിയമത്തെ അവർ മാറ്റിക്കളഞ്ഞു. പുറകെ കുഞ്ഞ് വായിച്ചു തരൂ. അത് കഴിഞ്ഞു ദാണ്ട് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കുക. എന്തൊരു നല്ല കാലമാണ്. ഇവിടെ ഒരു 2 മിനിറ്റ് എല്ലാവരും വെയിറ്റ് ചെയ്യണം. മനസ്സിലാകുന്നവർക്കായി. നമ്മുടെ ക്രിസ്ത്യൻ കോളേജിൽ ഒരു കുഞ്ഞ് MA-ക്കും പയ്യൻ MA-ക്കും പെൺകുട്ടി BA-ക്കും പഠിക്കുന്നു. ഇവർ ഭയങ്കര സ്നേഹമായി. ഒരാൾ കൊല്ലകടവും ഒരാൾ താമരക്കുളത്തും. സന്തോഷമില്ലല്ലോ, നമ്മൾ ചൊവ്വായിന്ന് വന്നിട്ട് സ്ഥലമൊന്നും അറിയത്തില്ല. സ്വോത്രം. അങ്ങനെ ഇരിക്കട്ടെ. മനസ്സിലാകുന്നവർക്കായി ഇവർ വളരെ സ്നേഹമായി വീട്ടുകാരോട് പറഞ്ഞ് കല്യാണം നടത്തി തരണം. പെൺകുട്ടിയുടെ അപ്പം പറഞ്ഞ് മിണ്ടി പോകരുത്, നിന്നെ പഠിക്കാൻ വിട്ടിരിക്കുക, നിന്നെ നമ്മൾ കേട്ടിട്ടും ടീറ്റിട്ടും പഠിച്ച് നീ യൂണിവേഴ്സിറ്റി ലെക്ചറാവാൻ പോവാ. പയ്യൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന നീ MA പാസ്സായിട്ട് IPS-നോ IAS-നോ നിന്നെ സിവിൽ സർവീസിന് ആന്ധ്രയിൽ വിടാൻ അന്നേരം കല്യാണം മിണ്ടരുത്. അവരുടെ പ്രേമവും സ്നേഹമൊക്കെ മൂത്ത് വീട്ടുകാർ നടത്തത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ചെങ്ങന്നൂർ ഒരു വക്കീലിനെ കണ്ട് കേട്ടാട്ട് 5000 രൂപ വഴിയാധാരമായ ആധാർ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇത് 2 കൊടുത്തപ്പോൾ ഒരു പേപ്പർ കിട്ടി, ലിവിങ് ടുഗദർ. എല്ലാവരും കേട്ടാട്ട് ഇവർ 2 പേരോട് ഇവിടുന്ന് യാത്രയായി. പോയത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ ഇടുക്കി റോഡ് മുണ്ടക്കം കഴിയുമ്പോൾ നല്ലൊരു സ്ഥലമുണ്ട്, കോരിത്തോട്. കോളേജിൽ പറഞ്ഞ് ഓൺലൈനിൽ നോട്ട് അയച്ചാൽ മതി. ഇന്നിപ്പോൾ അങ്ങനെ ആണല്ലോ. കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നിട്ട് കൂട്ടുകാർ, ഉഷമോളെ നീ ഓൺലൈനിൽ അയച്ചുതരാം, ചിന്നുമോളെ നീ ഓൺലൈനിൽ അയച്ചുതരാം. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ഒരു ക്ലാസ്സിലെ നോട്ടല്ലേ വാട്സപ്പിൽ അയച്ചുകൊണ്ടിരിക്കുമല്ലോ സ്വോത്രം. ഞാൻ ട്യൂഷന് ക്ലാസ് എടുക്കും, പകുതി പിള്ളേരെ ഉള്ളായിരുന്നു. ഞാൻ ചോദിക്കും ബാക്കി എന്ത്? സാറേ ഇന്ന് വരാൻ പറ്റിയില്ല, ഞങ്ങൾ ഇവിടുന്ന് എഴുന്ന് അങ്ങോട്ട് അയച്ചോളാം സ്വോത്രം. അതിലേന്ന് ഓൺലൈൻ. മനസ്സിലാകുന്നവർക്കായി കേട്ടോ. ഇവരിവിടുന്ന് പോയി. വീട്ടിൽ പെങ്കൊച്ചും പയ്യനും വന്നില്ല. കൊല്ലകടവിൽ അച്ചായച്ചൊരു സ്വാധീനം ഉണ്ടായിരുന്നു. എല്ലാവരും കേൾക്കണം. ചെങ്ങന്നൂർ DYSP ചെന്ന് കണ്ടിട്ട് പറയും, സാറേ കുഞ്ഞുങ്ങൾ കോളേജിൽ പോയത്, ആ പയ്യനെ കാണുന്നില്ല, പെങ്കൊച്ചിനെ കാണുന്നില്ല. നല്ല മനുഷ്യൻ. ഇപ്പോൾ അദ്ദേഹമൊക്കെ നല്ല രീതിയിൽ നമ്പർ മേടിച്ച് തിരുവനന്തപുരത്ത് പേരൂർക്കട മണ്ണാമൂല സൈബർ ഡോട്ടിൽ ഈ നമ്പർ കൊടുത്തപ്പോൾ പെങ്കൊച്ചിൻ്റെ ടവറും മോൻ്റെ ടവറും ഇവിടെ ഉണ്ട്. കോരിത്തോട് നല്ല സ്ഥലത്ത് ടവറുണ്ട്. സ്വോത്രം. അദ്ദേഹം അച്ചായനോടും അമ്മാമ്മയോടും പറഞ്ഞ് കാലത്തേ വരണം, ഞാൻ 7 മണിക്ക് തയ്യാറാകും, ഞങ്ങൾ ജീപ്പുണ്ട്, വനിതായും ഉണ്ട്, നിങ്ങൾ വാഗണർ കാറിനകത്ത് വരണമെന്ന്. അച്ചായനും അമ്മയും സന്തോഷമായിട്ട് ഇവിടെ വന്നു. 1.25 മണിക്കൂർ കൊണ്ട്
8:45 കോരത്തോട് ലൊക്കേഷൻ. ഈ മൊബൈലിനകത്ത് ഓരോ DYSPമാരുടെ മൊബൈലുമായിട്ട് മണ്ണാമൂല കണക്ട്, അതിങ്ങനെ നിങ്ങളുടെ GPS കാണുന്ന പോലെ ഈ മൊബൈലിൻ്റെ സെൽ നമ്പറിൻ്റെ വെച്ച് അവർക്ക് ലൊക്കേഷൻ കൊടുക്കുക. അത് അവരുടെ മണ്ണാമൂലയിലെ സംവിധാനമാണ്. കോരത്തോട് സ്കൂളിൻ്റെ അപ്പുറത്ത് ഒരു വാടക വീട്ടിനകത്ത് ചെന്നപ്പോൾ പയ്യൻ അവിടെ സുന്ദരമായിട്ട് രാവിലെ നോട്ട് എഴുന്ന് പെങ്കൊച്ചടുപ്പുകളെ എന്നിട്ട് നല്ല കട്ടൻ കാപ്പി ഉണ്ടാക്കുന്നു. DYSP ആദ്യം ചാടി ഇറങ്ങി അച്ചായനും അമ്മാമ്മയും പുറകെ നിൽക്കുന്നു. നല്ല സുന്ദരിയായ മകളെ വിളിച്ചുകൊണ്ട് വന്നതാണ്. DYSP പറഞ്ഞു വണ്ടി കയറണം, പരാതി കിട്ടിയിട്ടുണ്ട്. അവൻ പറഞ്ഞ് സാർ വെയിറ്റ് ചെയ്യണം, 1 മിനിറ്റ്. നേരെ റൂമിനകത്ത് പോയി ആ ഒറ്റ റൂമിൽ നിന്ന് ചെങ്ങന്നൂർ കോടതിയുടെ ഒരു പേപ്പർ. സാറ് ഞെട്ടിപ്പോയി, 1 വർഷത്തേക്ക് ലിവിങ് ടുഗദർ. അപ്പോൾ പെങ്കൊ ചോദിച്ചു സാർ നല്ല ചായ കൊണ്ട് കുടിക്കുന്നതെന്ന്. എന്തൊരു സന്തോഷം, സ്വത്രം. അപ്പനും അമ്മയും പോകാൻ വന്നതാണ്. അപ്പോൾ DYSP അറിഞ്ഞൊരു കാര്യമുണ്ട്, 1 വർഷത്തേക്ക് മിണ്ടണ്ട, കർ വാപ്പസി. അവർ പോയപ്പോൾ അകത്ത് നരുമയാനൊരു തമിഴ് പാട്, ഉണ്മൈ നമ്പി വന്നേ നാം വെക്കപ്പാടല്ലേ. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. ഞാൻ കിടക്കുന്ന 9 മാസവും 9 ദിവസവും വളർത്തി വലുതാക്കിയ കുഞ്ഞുങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി കോടതികളെ സമീപിച്ച് ഒരുമിച്ച് താമസിക്കുന്ന ഒരു കാലം. കല്യാണം വേണ്ട, അച്ഛൻ വേണ്ട, പാസ്റ്റർ വേണ്ട, ആചാരി വേണ്ട, പൂജാരി വേണ്ട. അവൻ നിയമത്തെ കഠിനമാക്കി. അതുകൊണ്ട് അച്ചായന്മാരോടും അമ്മമാരോടും ഇന്ന് പറയുന്നു, അതുകൊണ്ട് യേശു പറഞ്ഞു യെരൂശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, കരമുയർത്തുന്നവർക്കായി നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവേൻ. സ്വോത്രം. തലമുറകൾക്ക് വേണ്ടി ഷൈജു തങ്കച്ച പാസ്, തോമസ് കുട്ടി പാസ്, ഷാജി പാസ്, തോമസ് ചായനൊക്കെ പുറകെ ഇരിക്കുന്നു. ഞാൻ AG സെക്ഷനോട് പറയാം, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സഭായോഗം 2 മിനിറ്റേ ഉള്ള 2 മണിക്കൂറേ ഉള്ളെങ്കിലും 5 മിനിറ്റ് എൻ്റെ ദൈവദാസന്മാരെ ഈ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. വല്ലാത്ത ഒരു ലോകത്തിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്നത് ഞാൻ പോലും പലതും കണ്ട് മടുത്തിരിക്കുക ഓരോ ദിവസത്തെ റിപ്പോർട്ടുകൾ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറ ദൈവത്താൽ കാക്കപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ സഭയ്ക്കകത്ത് ഈ കുഞ്ഞുങ്ങളെല്ലാം കരമടിച്ച് പാടാനുള്ളൊരു പ്രത്യേകതയും കൂടെ കൊടുക്കണം. സ്വോത്രം. അവിടെ അങ്ങ് മാർക്കിടാൻ ആരുമില്ല, വിഷമിക്കണ്ട. കുഞ്ഞുങ്ങൾ ഇച്ചിരി അന്യഭാഷ പാടി ആരാധിക്കട്ടെ. അവരകടുത്ത ഒരു അഭിഷേകം വരട്ടെ. അഭിഷേകമുള്ളവനെ തകർക്കുവാൻ, അഭിഷേകത്തിൽ ആരാധിക്കുന്നവനെ പിടിക്കുവാൻ ഒരു ലോകത്തിൻ്റെ അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. മനസ്സിലാകുന്നവർക്കായി ഞാൻ പച്ചയ്ക്ക് ഇത് പറയുക. താൻ്റെ ട്രാൻസ്ജെൻഡർമാരെ ഇഷാനും സൂര്യയും വിവാഹിതരായി എവിടം വരായി വിവാഹം. താണ്ട് ഇന്ത്യൻ കോടതി മുറി എല്ലാവരും കാണണം. സുപ്രീം കോടതിയിൽ 2 പെൺകുട്ടികൾ സ്വർഗ വിവാഹം. എത്ര ക്ലിയർ! സുപ്രീം കോടതി ഞെട്ടിപ്പോയി. ദൈവം വെച്ച കാർമിക നിയമം മാറ്റിക്കഴിഞ്ഞു. ഇന്ന് MP രാജേഷ്, ഇവിടുത്തെ നല്ല പ്രിയപ്പെട്ട മന്ത്രി, ഒരു ഓർഡർ കൊണ്ടുവന്നിരിക്കുന്നു. പെൺകുട്ടിയും ചെറുപ്പക്കാരനും എവിടെ ഇരുന്നാലും തമ്പ് ഇംപ്രഷൻ കൊടുത്ത് ഓൺലൈൻ വഴി വിവാഹം രജിസ്റ്റർ ചെയ്താൽ പിന്നെ നാട്ടിൽ വന്ന് വിവാഹം കഴിച്ചാൽ മതി. സർക്കാർ അംഗീകരിച്ചു ഓൺലൈൻ മാരേജ്. ദൈവം വെച്ച കാർമിക നിയമത്തെ മനുഷ്യൻ മാറ്റിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ കാർമിക നിയമം മാറും. വായിക്കുന്നു ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം. എല്ലാവരും ബൈബിൾ എടുക്കണം. യവൻ എന്ത് ചെയ്യും? നിയമത്തെ കഠിനമാക്കും. ദാനിയേൽ 7-ാം അധ്യായം 25-ാമത്തെ വാക്യം. കുഞ്ഞൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ദാനിയേൽ 7:25. അവൻ അത്യുന്നതനായവന് വിരോധമായി, ഏതെന്റെ പൂങ്കാവനത്തിനകത്ത് മനുഷ്യകുലത്തെ ഒരുമിപ്പിച്ച സർവശക്തനായ കർത്താവിന് വിരോധമായി, വായിച്ചാട്ടെ, വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. He will take the land order. സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. അടുത്തത് വായിക്കാം. കാലവും കാലങ്ങളും. കാലം 7 കാലാംശം. വായിച്ചാട്ടെ. 3:30 വരാൻ പോകുന്നത്. അതാ ഞാൻ ഉപദ്രവം മഹോപദ്രവം. വായിച്ചാട്ടെ മക്കളെ. കാലവും കാലങ്ങളും കാലാംശവും. കാലവും കാലങ്ങളും കാലാംശവും അവരവന്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഇതിനാസ്പദമായ ഒരു സംഭവം. ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകുന്ന കാലം. എല്ലാവരും നോക്കിക്കോണം ഈ ഭാഗങ്ങൾ. 2023 ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ G20 ഉച്ചകോടി നടന്നപ്പോൾ ഡൽഹിയിൽ ഒരു കാര്യം പറഞ്ഞു. ലോകം ഒരുവന്റെ കയ്യിൽ കൊടുത്താൽ നന്നായിരുന്നു. അതെന്താ? നമ്മുടെ ആശുപത്രി, നമ്മുടെ മരുന്ന്, ഫുഡ് ഐറ്റംസ്, സാമ്പത്തിക മണ്ഡലം ഒരുവൻ ഭരിച്ചാൽ ബാക്കി ഇവിടുത്തെ കൊല്ലക്കടവുകാർ കേൾക്കണം. നാളെ ഇത് പറയത്തില്ല. 2024 അബുദാബിയിൽ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്തു. 7000 കോടി. ആ മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മോഡിജിയാ. അവിടെ ചാനലുകാരെല്ലാം വന്നു. ഈ മന്ദിരം ഉദ്ഘാടനം ചെയ്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്. മോഡിജി ഇതർ അബുദാബി മേ ആയോ एक अच्छा बात बताना चाहिए. മോഡിജി പറഞ്ഞു, भाइयों बहनों इसी तरह में मैं ये बात कह रहा है, अपना दुनिया शांति समाधान बरकत मिलने के लिए एक आदमी कुर्सी में बैठेगा तो अच्छा है. ഒരുവൻ കസേരയിൽ ഇരുന്നാൽ നല്ലതാണ്. സ്വോത്രം. ആന്റി ക്രൈസ്റ്റിന് പരമദാനി
പ്രധാനി. 3, 2024 ബ്രിക്സ് ഉച്ചകോടി. ബ്രിക്സ് ഉച്ചകോടിയിൽ എവിടെ നടക്കുന്നതെന്നറിയാമോ? റഷ്യയിൽ നടക്കുന്നു. അതിനകത്ത് 3 രാജ്യങ്ങൾ കരമുയർത്തി. 1, റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. 2, ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്. 3, കൊറിയയുടെ കിങ് ജോങ് മാഗോഗ് എന്ന് പറയുന്നവരാ. നോഗയുടെ സന്തതി യാഫേത്തിന്റെ തലമുറകളായവന്മാർ 3 അവർ കൈ ഉയർത്തിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു, എണ്ണ വില ഡോളറിൽ നിന്ന് മാറ്റണം. അന്ന് തൊട്ട ഇന്ത്യയും അഥവാ റഷ്യയും മോഡി സാറുമായിട്ട് ട്രംപുമായിട്ടൊക്കെ ഉടക്ക് വരാൻ കാര്യം ക്രിപ്റ്റോ കറൻസിയിലേക്ക് കൊണ്ടുവരണം. ഡോളർ എണ്ണ വിലയിൽ നിന്ന് മാറിയാൽ അമേരിക്കയുടെ കാര്യം കട്ട പുകയാ. ഇന്ന് രാത്രി കേട്ടോടോ, അതിൻ്റെ ഇടയ്ക്ക് മോഡി സാർ ഒന്ന് കൈ ഉയർത്തിയത് കൊണ്ട് ഇന്ത്യ ഇച്ചിരി പ്രശ്നം വന്നത്. അന്ന് അവർ പറഞ്ഞ കാര്യമുണ്ട്, ലോകം ഒരുവൻ്റെ കൊടുക്കണം. പേപ്പർ വിൽക്കാത്ത ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ 2024 ജനുവരി 25 സ്വിറ്റ്സർലൻഡിൽ UN കൂടി 120 രാഷ്ട്രങ്ങൾ ഒരുമിച്ചു. ഒരു കാര്യം പറഞ്ഞ ചായ മാമ, ഒരു കാര്യം, ഒരു ഗവൺമെന്റ്, ഒരു പാസ്പോർട്ട്, ഒരു മുദ്ര എല്ലാവരെയും ഏൽപ്പിക്കാം. അതിനവർ പേരിട്ടു എന്താ? അതിരുകളില്ലാത്ത ലോകം. മനസ്സിലാകുന്നവർക്കായി അതിൻ്റെ തുടർച്ചയായി ഇവിടെ നിങ്ങളുടെ ഗൾഫുകാരിപ്പുണ്ട്. ഒരു കാലത്ത് സൗദി പോകാൻ ഒരു വിസ, UAE പോകാൻ ഒരു വിസ, മസ്കറ്റിൽ പോകാൻ വേറൊരു വിസ. അതെല്ലാം മാറുന്നു. 7 അറബ് രാജ്യങ്ങളിൽ ഒരേ സമയം സഞ്ചരിക്കുക ഒരു വിസ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ലോകം ഒരുവന്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ പോകുന്നു. ഇന്ന് രാത്രി കൊല്ലകടവ് ദൈവ കുഞ്ഞുങ്ങളോട് ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് ഈ രാത്രി തന്നെ പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. AG ദൈവമക്കളെ, കൊല്ലകടവിലെ ദൈവമക്കളെ, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകലടുത്തു പോയി. മനസ്സിലാകുന്നവർക്കായി നമ്മുടെ പ്രത്യാശ അവൻ വരുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച തൻ്റെ മക്കളെ ചേർക്കുക. കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി എന്താ ലോകത്തിലെ പ്രശ്നം? ആരാ ഭാഗ്യവാ? പലരും പറയുന്നവൻ നിയമത്തെ കഠിനമാക്ക്. ചിലർ പറയുന്ന അമേരിക്കക്കാരനാണ് ഭാഗ്യവാനെന്ന്. ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, അമേരിക്കക്കാരൊന്നും അല്ല ഭാഗ്യവാന്മാർ. ട്രംപ് വന്നപ്പോൾ പെന്തിക്കോസുകാരെല്ലാം കൂടെ പറഞ്ഞു, ബാക്കി കേട്ടാട്ട് ഞങ്ങളുടെ രക്ഷകൻ വന്നേ, ഞങ്ങളുടെ രക്ഷകൻ വന്നേ, ഞങ്ങളുടെ രക്ഷകൻ വന്നേ. IPC-കാരും പോസ്റ്റിട്ട്, AG-കാരും ഇട്ട്, ചർച്ചക്കോടുകാരും എല്ലാം ഇട്ട്. നിങ്ങളുടെ രക്ഷയ്ക്കല്ല ട്രംപ് വന്നത്, ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് അവൻ വന്നത്. മനസ്സിലാകുന്നവർക്ക് സ്വത്രം. നമ്പർ 1, വായാടിയാണെങ്കിൽ ഒരു കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം, അവരുടെ ചെന്നാലും യേശു രക്ഷകൻ എന്ന് പറയും. അതൊരു സന്തോഷമില്ലയോ? 2, ട്രംപ് പറയുന്നൊരു കാര്യമുണ്ട്, അവൻ്റെ അമ്മ പ്രാർത്ഥിച്ചത് കൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ആയെന്ന്. നമ്മളെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചവന് ഓർമ്മ പോലുമില്ല. സ്വത്രം. ഒരു മെസ്സേജ് പോലും അയച്ചിട്ട് സ്വത്രം. 3-ാമത്തെ കാര്യം, ട്രംപിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, സ്കൂളിൽ 50,000 ബൈബിൾ അടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും വായിക്കാം, കൊണ്ടുപോവുകയും ചെയ്യാം. 4-ാമത്തെ കാര്യം, ട്രംപിൻ്റെ പ്രത്യേകത, അവിടെ രാവിലെ അവരെ കിത്തോമി സ്വോത്രഗീതം പാടുക, നീ ഒരിടത്തോട് അപ്പുറത്തോട്ട് പോവുക. സ്വോത്രം. ഇതെല്ലാം കണ്ടുപഠിക്കണം. 5-ാമത്തെ കാര്യം, നാട്ടുകാരും കൊല്ലടവേർ കേട്ടാലും ഇന്ന് ട്രംപ് പറയുന്നു, ഇനി അമേരിക്കയ്ക്ക് രക്ഷ യേശു ക്രിസ്തു മാത്രം. കരമുയർത്തുന്നവർക്കായി. സന്തോഷം ഇല്ലല്ലോ അമ്മാമേ? $100 അയക്കുന്നതിന് 5 രൂപ അവിടെ ഇതായിരിക്കുക. സന്തോഷം ഇല്ലല്ലോ? പേപ്പറൊക്കെ വായിരു കുഞ്ഞമ്മാമേ. ഇനി റോളറൊക്കെ വരാൻ ഇച്ചിരി പാടാ. ഡോളറല്ല, റോളറൊക്കെ വരാൻ പാടാന്ന്. സ്വത്രം. 5 രൂപയാണ് അമേരിക്കയുടെ കടം. മലയാളി കേട്ടാട്ടെ, ക്രൈസ്തവരെ എഴുത്തുപുര മോനെ ഇട്ടോ. 32.0 32 ട്രില്യണാ. 32 ഇട്ടിട്ട് 17 0 ഇടണമെന്ന് അമേരിക്കയുടെ കടം. മനസ്സിലാകുന്നവർക്കായി. കാശുണ്ടായിരുന്ന എല്ലാത്തിനും അവൻ അടിച്ചാണ്. ട്രംപ് ഒരു പരിപത്തിൽ പോവാ. ഇന്ന് രാത്രി ആരാ ഭാഗ്യവാന്മാർ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? അവരൊന്നുമല്ല ഭാഗ്യവാന്മാർ. ദൈവത്തോട് മറുതലിക്കാൻ തുടങ്ങി. കേട്ടോ, ഇതൂടെ നിങ്ങൾ കേട്ടോണോ? അമേരിക്കയുടെ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, പെന്തിക്കോസുകാരെല്ലാം കേൾക്കണേ, അദ്ദേഹം വന്നപ്പോൾ 1-ാമത്തെ ഒരു നിയമം വെച്ചു. എന്താ നിയമം? സ്വവർഗ വിഭാഗം. എല്ലാ പാസ്റ്റേഴ്സും എല്ലാ അച്ഛന്മാരും അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. ഡോളർ കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, വി വിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, സാറ് അത് ചെയ്യരുത്, അത് ചെയ്യരുത്. അന്ന് തൊട്ട് അമേരിക്കയെ കാറ്റടിച്ചത് എത്ര കാറ്റാ? റീത്ത, കത്രീന, വിൽമ, ഹാർവി, ഓർമ, മാത്യു, ലോറൻസ് എല്ലാം അടിച്ചുകൊണ്ടിരിക്കുക. സ്വത്രം. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി പറയാണ്ട് പറഞ്ഞു, മുഖ്യമന്ത്രി പോയതുകൊണ്ടെന്ന്. എൻ്റെ പൊന്നുമോനെ, മുഖ്യമന്ത്രി പോയതുകൊണ്ടല്ല സ്വത്രം. മുഖ്യമന്ത്രിക്ക് ന്യൂനമർദ്ദമായിട്ട് വല്ല ബന്ധമുണ്ടോ? സ്വത്രം. ഇനിയെങ്കിൽ ഈ പോസ്റ്റ് ഇടരുത്, ബാക്കി നാളെ പറഞ്ഞുതരാം, നേരത്തെ വരണം. സ്വത്രം. അങ്ങനെയെങ്കിൽ മെക്സിക്കോയിൽ കാറ്റ്. എന്താ അമേരിക്കയുടെ ടെക്നോളജി? എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്തവർ, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ആദ്യം 750, പിന്നെ 800, 1000 അടി കയറുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ട്, സയൻസ് ബട്ടർഫ്ലൈ എഫക്റ്റ്. കൊച്ചിയിൽ നിന്ന് എമിറേറ്റ്സ്
വിമാനം ദുബായിലേക്ക് പോകുമ്പോൾ വിമാനത്തെ കാണത്തില്ല, പക്ഷെ കെന്നഡി എയർപോർട്ടിൽ ഇരിക്കുന്ന റഡാർ ആകാശത്തിൽ മുഴങ്ങുന്ന സൗണ്ട് അബ്സോർവ് ചെയ്യും. അതിന് സയൻസ് ടീച്ചർ വിളിക്കുന്ന പേരാ ബട്ടർഫ്ലൈ എഫക്റ്റ്. കുഞ്ഞുങ്ങൾ കേൾക്കണം, അത്ര ടെക്നോളജിയാണ് നാസയുടെ റഡാർ, നാഷണൽ എയറോനോട്ടിക്കൽ സയന്റിഫിക് അഡ്മിനിസ്ട്രേഷൻ. പക്ഷെ അവന്റെ ഒരു ക്യാമറയ്ക്കും കാണാൻ കഴിഞ്ഞില്ല. ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളേ, യഹോവ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാകത്തില്ല. സ്വോത്രം. അമേരിക്കക്കാരൻ അടിക്കാനും കർത്താവിന്റെ വടിയുണ്ട്. നമ്പർ 1. രണ്ടാമത്തെ കാര്യം എന്താ? അമേരിക്കയിൽ ഉള്ളത്തിൽ ഉരുവാകുന്ന കുഞ്ഞിനെ കൊല്ലാൻ ഈ ബിൽ ക്ലിന്റൺ ലൈസൻസ്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അദ്ദേഹം ചെന്നിട്ട് നല്ല മനുഷ്യൻ അന്ന് പറയും, സാറേ മക്കളെ യഹോവ തരുന്ന ദാനം, ഉദരഫലം യഹോവയുടെ പ്രതിഫലം. നാട്ടുകാർ കേൾക്കണം. ലൈവ് ഇന്ന് രാത്രി ഷാജു ചാത്തൻ്റെ കൂടെ പറയുന്നു, 75 ലക്ഷം കുഞ്ഞുങ്ങളെ കൊന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക. 7 മാസം ഒരു കുഞ്ഞുള്ളിലാകുമ്പോൾ സഹോദരിമാർ ഞെട്ടരുത്. ഈ കുഞ്ഞിനെ സഹോദരി ഞെക്കും, ആശുപത്രിയിൽ ചെന്നിട്ട് പറയും വയറ്റി വേദന, കുഞ്ഞ് ചത്ത് കേസില്ല. അത് മാത്രമല്ല കാനഡ, ഇവിടെ ഉള്ളവർക്കറിയാം, ആൽബർട്ട, അത് കഴിഞ്ഞ് ടൊറന്റോ, നയാഗ്ര ഫാൾസ്, കിച്ചണർ, അവിടെ ഒന്നും അബോർഷൻ ലൈസൻസ് ഇല്ല. ഇവിടുന്ന് കോയമ്പത്തൂർ വാളയാർ ചാടുന്ന പോലെ മലയാളി പെൺകുട്ടികൾ പോലും ഇന്ന് അമേരിക്കയിൽ പോയി അബോർഷൻ നടത്തുന്നു. പച്ചയ്ക്ക് ഞാൻ ഓപ്പണായിട്ട് പറയാം, ഞാൻ പഠിപ്പിച്ച പയ്യൻ കാനഡയിൽ എന്നോട് വിളിച്ച് പറഞ്ഞു, സാറേ പറഞ്ഞേക്കാൻ പറഞ്ഞു. സ്വോത്രം. അത് മാത്രമല്ല ചെങ്ങന്നൂർ ബിവറേജസേ ഉള്ളൂ, OCR OPR ജവാനും. കാനഡയിൽ കാശ് കൊടുത്താൽ മയക്കുമരുന്ന്, സന്തോഷമില്ലല്ലോ. സ്വോത്രം. എല്ലാം തീരാറായി മക്കളെ, ഒരു അന്ത്യകാലമാ. അവിടം വരാ 75 ലക്ഷം കുഞ്ഞുങ്ങളെ കൊന്ന അമേരിക്ക. അന്ന് തൊട്ട് അമേരിക്കയിലെ ബാങ്കുകൾ പൊട്ടി. ഏതാ? JP മോർഗൻ, അമേരിക്കയിലെ ഇൻവെസ്റ്റ് ബാങ്ക്, അമേരിക്കയിലെ ഫസ്റ്റ് ബാങ്ക്, 37 ബാങ്കുകളാണ് അമേരിക്കയിൽ പൊട്ടിപ്പോയത്. എന്താ? ദൈവത്തോട് മറുതലിക്കുമ്പോൾ. ഇന്ന് രാത്രി കൊല്ലകടവിലെ നാട്ടുകാരോടും വീട്ടുകാരോടും ആരാ ഭാഗ്യവാൻ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? നെവർ നെവർ നെവർ. അവരല്ല. എന്നാ പറയുക, നമ്മുടെ പിന്നെ റാന്നിയിലെ റബ്ബറുള്ള അച്ചായനാന്ന്. മുക്കൂട്ട് തറയും പമ്പാവാലിയും എന്ത് സംഭവിച്ചു പറഞ്ഞു തരാം. ഉള്ള കാറ്റെല്ലാം അടിച്ച് റബ്ബറിൻ്റെ പട്ടയും പോയി, ഇലയും പോയി. സന്തോഷമില്ലല്ലോ മനസ്സിലാക്കുന്നവർക്കായി. എന്നാ വിചാരിക്കും ഗൾഫുകാരോ? കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് ബുദ്ധിമുട്ടുക. ഇന്ന് രാത്രി അമേരിക്കക്കാരനല്ല ഭാഗ്യവാൻ, ഗൾഫുകാരനല്ല ഭാഗ്യവാൻ. റാന്നിയിൽ മുക്കൂട്ട് തറയിൽ 70 ഏക്കർ അച്ചായനുള്ള ഭാഗ്യവാനല്ല ഭാഗ്യവാൻ. ഇന്ന് രാത്രി ഭാഗ്യകരമായ ഒരു കൂട്ടം ഇതിനകത്തിരിപ്പുണ്ട്. ആരാവർ? ലംഘനം ക്ഷമിച്ച് പാപം മറച്ചു യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ അത്രേ ഭാഗ്യവാന്മാർ. നമ്മ ചേർക്കാൻ എൻ്റെ കാന്തൻ വരാറായി. അവൻ ഒരാഴ്ച വട്ടത്തേക്ക് നിയമം കഠിനമാക്കും. വായിക്കുന്നു ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. ബൈബിൾ കൂടെ വെക്കണം. നല്ല സമയം ദൈവം തന്നു. ദാനിയേൽ 9:27 കുഞ്ഞു വായിച്ചേക്കണം. അവൻ ഒരാഴ്ച വട്ടത്തേക്ക് he will take the land order. വായിക്കാം. അവൻ ഒരാഴ്ച വട്ടത്തേക്ക് ദൈവസഭ എടുക്കപ്പെട്ടാൽ ആ വാക്യം ക്ലിയർ ആയിരിക്കണം. മോള് വായിച്ച് സഹായിക്കണം. ഒരാഴ്ചത്തേക്ക് അവൻ നിയമത്തെ വായിച്ചാട്ടെ. അവൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കും. ഇതാ വിഭാഗമില്ലാത്ത കാലം. he will take the land order. അവിടെ നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാലം പോസ്കോ എന്താ ബൈബിളിനകത്തുണ്ടോ? എടുത്താട്ടെ. യെശയ്യാ പ്രവചനം 3:12. നിയമം മുഴുവൻ മാറി. യെശയ്യാ പ്രവചനം 3:12. എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ, കുഞ്ഞെടുത്താട്ടെ. യെശയ്യാ പ്രവചനം 3:12. 4 വാക്യം കഴിയുമ്പോൾ ഇന്ന് നിർത്താം. ബാക്കി നാളെ യെശയ്യാ 3:12 വായിച്ചാട്ടെ. നിങ്ങൾ എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു. സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. കഴിഞ്ഞ 2 വർഷമായി കേരളത്തിലെ പോസ്കോ 200 കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. അതവിടെ നിൽക്കട്ടെ മോൾ, ഓടിപ്പോകൽ. കൊച്ചു കുഞ്ഞുങ്ങൾ. എറണാകുളം പാലാരിവട്ടം ചർച്ചക്കോട് അവരുടെ കൺവെൻഷൻ ഞാൻ പോയപ്പോൾ അവിടുത്തെ ദൈവദാസൻ പറഞ്ഞു കേട്ട് ഷാജി പാസ്റ്റർ ഞാൻ കരഞ്ഞു പോയി. 9 മാസവും 9 ദിവസവും 9 വിനാഴിക നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ആമസോണിന്റെ കവറിനകത്ത് പച്ച ബസ്സിനകത്ത് വയറ്റിലെ മറിച്ചറിഞ്ഞ മലയാളി കിടക്കുന്ന കുഞ്ഞുങ്ങൾ കൊല്ലുന്നു. 2 കളമശ്ശേരി. എല്ലാവരും കേട്ടാട്ടെ. ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവ് മരിച്ചു കളഞ്ഞു. അവൾക്കൊരു നല്ല കുഞ്ഞുണ്ടായിരുന്നു, 1 വയസ്സിന് മേളിലേ ഉള്ളായിരുന്നു. പുതിയൊരു ചെറുപ്പക്കാരൻ വന്നു. അവനൊരു ടോർപിഡോ വെച്ചു. എന്താ ടോർപിഡോ? ഈ കുഞ്ഞിനെ കൊന്നാൽ നിന്നെ ഭാര്യയാക്കാം. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ, എല്ലാവരും കേട്ടാട്ടെ, നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് ആ അമ്മ കഴുത്തിന്റെ ഞെരിച്ചിട്ട് കതകിന്റെ കീഴി വെച്ചു. ഇങ്ങനെ പെരിയ കൊന്നു. 1 വയസ്സുള്ള കുഞ്ഞ്. കളമശ്ശേരി ചെന്നിട്ട് പറഞ്ഞു കുഞ്ഞ് കഴുത്ത് കതവിന്റെ കീഴി കയറിയാന്ന്. 2 എണ്ണത്തിനെ പിടിച്ചു. അതിന്റെ ആദ്യത്തെ അച്ഛനെ തേടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പത്രത്തിൽ പരസ്യം കൊടുത്തു. വന്നില്ല. 1 മാസം ഒരു ആൺകുഞ്ഞിന്റെ സൂര്യനെ പോലെ മുഖമുള്ള ഒരു ഡെഡ് ബോഡി കളമശ്ശേരി ആശുപത്രി. കൊല്ലക്കടവുകാർ കേൾക്കണം. ആശുപത്രിക്കാരോട് പറഞ്ഞ് അടക്കണ്ട. ആ IPSകാർ 7000 രൂപയുടെ ഒരു കുഞ്ഞ് വെട്ടി അതിന്റെ പുറത്തൊരു സ്റ്റിക്കർ മകനെ വിടാ വന്നിട്ടൊരു പൂവും വെച്ചിട്ട് സെമിത്തേരി കൊണ്ട് അടക്കി. എവിടായി അമ്മാമേ? മാനത്തോടിരിക്കുന്ന മനുഷ്യർ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ.
ഒരു കുഞ്ഞിന് വേണ്ടി KM ചെറിയാൻ്റെ അടുത്തും പുഷ്പഗിരിയിലും കാരിത്താസിലും മാതായിലും എല്ലാം കാത്തിരിക്കുന്നവർ ഇന്ന് കുഞ്ഞിനെ കൊന്ന് കൊലമുടിക്കുന്നു. തിരുവനന്തപുരം ബാലരാമപുരം 9 മാസവും 9 ദിവസവും 9 പിന്നാടിയെ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കിണറ്റിനെറിഞ്ഞ കൊന്ന അമ്മ. ബാക്കി ഇവിടെ കൊല്ലകടവ് നല്ല CSI കാർ, തിരുവനന്തപുരം അരിമാനൂർ പൂവാർ CSIയുടെ സെക്രട്ടറി എൻ്റെ സുഹൃത്ത്. കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ സാറിനെ വിളിച്ചു. ഞാൻ അന്നേരം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു കർത്താവ് വരാറായിരുന്നു. ഞാൻ ചോദിച്ചു ദർശനം കിട്ടിയോന്ന്. അപ്പം പറഞ്ഞൊരു കാര്യം, സാറ് പറഞ്ഞൊരു കാര്യം, പഞ്ചായത്ത് സെക്രട്ടറി പാസ്റ്ററെ പ്രസംഗിക്കണം, ഇവിടെ ഒരു കുഞ്ഞിനെ 4 ലക്ഷം രൂപയ്ക്ക് വിറ്റ് കാശാക്കിയെന്ന് മനസ്സിലാകുന്നവർക്കായി നൊന്ത് പ്രസവിച്ച് എവിടം വരായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. അടുത്തത് വായിക്കാം. അടുത്തത് നിങ്ങളുടെ സ്ത്രീകൾ അവരെ വാഴുന്നു. അവിടെ നിർത്താം. നിങ്ങളെ നടത്തുന്നവർ സ്ത്രീകൾ അവരെ വാഴുന്നു. എന്താ ഇന്നത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടത്തില്ല. ഇവിടുത്തെ നമ്മുടെ ചെങ്ങന്നൂരിൻ്റെ സ്വന്തം മന്ത്രി സജി ചെറിയാൻ സാറിനൊക്കെ അറിയാം, പുറത്തു വിട്ടാൽ ഭയങ്കര കുഴപ്പ. എന്താ എല്ലാ നാട്ടുകാരും കേൾക്കണം ലൈവ്. സമ്പത്തിനും ധനത്തിനും ലോക സൗകര്യങ്ങൾക്കും വേണ്ടി നൊന്ത് പ്രസവിച്ച മക്കളെ വിറ്റ് കാശാക്കുന്ന കേരളം. സിനിമ സീരിയൽ പച്ചയ്ക്ക് ഞാൻ പറയാം സ്വത്രം. അതുകൊണ്ട് പറയുന്നത് സ്ത്രീകൾ അവരെ വാഴുന്നു. നിങ്ങളെ നടത്തുന്നവർ മാറി, നിയമം മാറി. He will take it the land order. അടുത്തൂടെ മോൾ വായിച്ചോട്ടെ. നിങ്ങളെ നടത്തുന്നവർ വായിച്ചോ. എന്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴി തെറ്റിക്കുന്നു. കരമുയർത്തുന്നവർക്കായി നിന്നെ നടത്തുന്നവരെല്ലാം വഴിതെറ്റുന്നു. അവൻ ഒരാഴ്ചത്തേക്ക് നിയമം കഠിനമാക്കി. അതുകൊണ്ട് ഇന്ന് രാത്രി നല്ല കാലമാണെന്ന് ചെങ്ങന്നൂരായോണ്ട് പറയാം. എവിടെ വരെ കൊലപാതകങ്ങൾ പണ്ടില്ലേ? ഇവിടെ ഒരു പെൺകുട്ടി കാരണവരെ കൊന്നു. ചെങ്ങന്നൂരിലെ ചെറുപ്പക്കാര് സ്വന്തം അപ്പൻ അമേരിക്കക്കാരനെ കൊന്നു. ഈ കൊല്ലകടവുകാരെല്ലാം പത്രത്തിൽ കണ്ടില്ലേ? ഈ കാലത്തെ പറ്റി പൗലോസ്ലീഹ ധന്യം ചൊല്ലി വായിക്കാം. ബൈബിൾ ഉള്ളവരെല്ലാം എടുത്താട്ടെ. മതിലെ കണ്ടിട്ട് കാര്യമില്ല. സംഭവം പറയുമ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ കാന്തനി തലമുറയിൽ വരാൻ പോകുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-16 വാക്യങ്ങൾ കുഞ്ഞുങ്ങളെടുത്താട്ടെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-16 വാക്യങ്ങൾ ഈ തലമുറയിൽ കാന്തൻ വരാൻ പോകുന്നു. വായിച്ചാട്ടെ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കേണ്ടത്. അടുത്ത വാക്യം. കരമുയരുന്നില്ലല്ലോ അച്ചായ, ഇത് ദുഷ്കാലമാകയാ. സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. കാന്തൻ വരാറായി. ചെങ്ങന്നൂക്കാരുടെ ഭാഷയെ ഇന്ന് രാത്രി, കൊഴുവല്ലൂക്കാരുടെ ഭാഷ, കിടങ്ങന്നൂക്കാരുടെ ഭാഷ, കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ അമ്മണിമാമ പത്തായത്തിന്റെ മേളിൽ കച്ചിയ പിച്ചാത്തി എടുക്കാൻ പോവുകയില്ല. അരകല്ലിന്റെ മേളിൽ സവാള അരിയുന്ന പിച്ചാത്തി എടുത്ത് ജന്നലെ കൂടെ എറിയുന്നത് പോലെ ഇന്നത്തെ ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. കരമുയർത്തുന്നവർക്ക് ഇത് ദുഷ്കാലമാകയാ. സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. എൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ. ഒറ്റ വാക്യം കൂടെ പറഞ്ഞ് രാത്രി പാട്ടുപാടി അവസാനിക്കുന്ന ആള് നേരത്തെ. ഇന്ന് രാത്രി ലോത്തിന്റെ കാലത്ത് തീ ഇറങ്ങിയതുപോലെ ഇവിടെ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. എന്താ ലോത്തിന്റെ കാലത്ത്? സായം സന്ധ്യയിൽ 2 ദൂതന്മാർ അബ്രഹാമിൻ്റെ വീട്ടിൽ ചെന്നു സോദോമിനെ കാണിക്കുന്നു. എന്തുകൊണ്ട് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലെ കാട്ടുതീ? എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. 2025 താഴ്മയോടെ ജനുവരി 4-ാം തീയതി ബോളിവുഡിൻ്റെ സിനിമാ താരങ്ങളുടെ അവാർഡ് ദാനം. 2 പെൺകുട്ടികൾ മൈക്കെടുത്തിട്ട് ലോകരാജ്യങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, ഹൂ ഈസ് ദ യൂണിവേഴ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗാഡ്. ആരാ പറഞ്ഞത് ഈ ഭൂപ്രപഞ്ചം കർത്താവ് ഉണ്ടാക്കിയത്? നെവർ. ദാറ്റ് ഈസ് എ ഫിനോമിന. മക്കളെ, 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അമേരിക്കക്കകത്ത് ലോസ് ആഞ്ചലസിൽ 48,000 ഏക്കറ കത്തിപ്പോയത്. 28,000 വീടുകൾ കത്തി. 38 പേർ വെന്തു മരിച്ചു. എവിടുന്ന് വന്നു? ലോത്തിന്റെ കാലത്തിറങ്ങിയതുപോലെ തീ. മനസ്സിലാകുന്നവർക്കായി ഈ ഒരു ഭാഗം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവരും. എന്താ? സായം സന്ധ്യയിൽ അബ്രഹാമിൻ്റെ വീട്ടിനകത്ത് മമ്രയുടെ തോപ്പിൽ 2 പേര് വന്നു. കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ സോദോമിലേക്ക് പോവുക. ആ സമയത്ത് അബ്രഹാം പറഞ്ഞു, നമ്മുടെ അസംബ്ലീസ് കൊണ്ട് ഒരു ഔട്ട് സ്റ്റേഷൻ വർക്കുണ്ട്, ഇവാഞ്ചലിസ്റ്റ് ലോത്ത് അവിടെ ഉണ്ടെന്ന്. മനസ്സിലാകുന്നവർക്ക് ഇത്രയും കേട്ടാൽ മതി. ഉടനെ ദൂതന്മാർ ക്യാമറ നോക്കി, ലോത്തും ഇല്ല, തമ്പേറും ഇല്ല, ചർച്ച് പൂട്ടിയും കിടക്കുക. സ്വോത്രം. അപ്പം ആദ്യം അബ്രഹാം പറഞ്ഞു 50 അവിടെ ഉണ്ട്. സഭാ രജിസ്റ്റർ നോക്കി 50 ഇല്ല. 40 ഉണ്ടോ? 40 ഇല്ല. 30 ഉണ്ടോ? അതുമില്ല. ഇപ്പം ഡീക്കനും ഇല്ല, സെക്രട്ടറി ഇല്ല, ആരുമില്ല. സ്വോത്രം. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ കൊല്ലകടവിനോട് പറയാം. ആരാധിക്കുന്ന ഒരുവൻ ഒരു ദേശത്തുണ്ടായാൽ ആ ദേശത്തിനകത്ത് ന്യായവിധി വരുത്തുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. മനസ്സിലാകുന്നവർക്കായി കൂടുതലൊന്നും വേണ്ട. ആരാധിക്കുന്നവൻ. ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിർത്താം. രാമേശ്വരം, തിരുവനന്തപുരം വെള്ളറടയിൽ നിന്ന്
കുടിയേറിയ ഒരു കർത്തൃദാസനുണ്ടായിരുന്നു, പാസ്റ്റർ എം പൗലോസ്. എല്ലാവരും കേട്ടാട്ട്, ഇത് കൊല്ലകടവുകാരും കേൾക്കണം. അദ്ദേഹം ഒരു ദിവസം വെള്ളിയാഴ്ച ചർച്ചിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെട്ടു. ഞായറാഴ്ച രാമേശ്വരത്ത് എന്തോ സംഭവിക്കാൻ പോകുന്നു, നിന്റെ സഭാ മക്കളെ വിളിച്ച് നീ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരും വചനം കേട്ടോണം. എന്താ സംഭവിച്ചതെന്നറിയാമോ? കുഞ്ഞുങ്ങളെ വിട്ടു. ശനി പകൽ കാത്തിരിപ്പ് യോഗം, ആരെയും വിട്ടില്ല. ശനി രാത്രി അവിടെ തന്നെ യോഗം, കഞ്ഞി കൊടുത്തു. ഞായറാഴ്ച രാവിലെ 9:30 തമ്പേറടിക്കുമ്പോഴാ എന്താണെന്നറിയാമോ? ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ കടലിനടിയിൽ സുനാമി. മറീന ബീച്ച്, രാമേശ്വരം 6 മീറ്റർ തിരമാല ഉയർന്നു. രാമേശ്വരം കടലിനോട് ചേർന്നായി ബെയ്ത്തോമ്. എം പൗലോസ് പാസ്റ്റർ സാക്ഷി ഇവിടെ ഉണ്ട്. സഭയിൽ തമ്പേർ അടിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിരമാല ആകാശത്തിലേക്ക് ഉയരുക. ഒരു തുള്ളി വെള്ളം പോലും ദൈവസഭയ്ക്കകത്ത് കയറാൻ ദൈവം അനുവദിച്ചില്ല. 2 കാര്യം ദൈവമക്കൾ ആരാധിക്കുന്ന ഒരു വ്യക്തി ദേശത്തുണ്ടെങ്കിൽ ദേശത്തിനകത്തൊരു ന്യായവിധി വരുന്നതിന് മുമ്പ് തൻ്റെ ഭക്തന്മാരെ വെളിപ്പെടുത്തി കൊടുക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. 2, നീ ആരാധിക്കുമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ സഭയ്ക്കകത്തൊരു കലകം വരാതെ, ഒരു തുള്ളി വെള്ളം വരാതെ കാക്കുന്നവനാ. പാസ്റ്റർ എം പൗലോസിന് മാത്രമല്ല. എന്നാൽ ദൈവദാസന്മാർ ചെന്ന് ഇവിടെ ഒന്ന് കേട്ടോണം. എന്താ സംഭവം എന്നറിയാമോ? വചനം മനസ്സിലാക്കിക്കോണേ. 2 ദൂതന്മാർ ലോത്തിന്റെ വീട്ടിൽ ചെന്നു. ലോത്തിനെ പെട്ടെന്ന് വിളിച്ചുണർത്തി. ലോത്തിനോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു: ലോത്തെ, ഈ പ്രദേശത്ത് നിൽക്കരുത്, രക്ഷയ്ക്കായി പുറത്തു വരണം, പർവ്വതത്തിലേക്ക് ഓടണം, തിരിഞ്ഞു നോക്കരുത്. അപ്പോൾ നമ്മുടെ പുനലൂരും പറന്തലും ഒക്കെ കൺവെൻഷൻ നോട്ട് എഴുതിയെടുത്തവനാ ലോത്ത്. സന്തോഷമില്ലല്ലോ. ഇടയ്ക്ക് സൂപ്രണ്ടിനെ പിടിക്കുക. ടി ജെ ശാമൽ സാറിൻ്റെ വെളിപ്പാട് ബൈബിൾ സ്റ്റഡിയും പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അപ്പോൾ പിടികിട്ടി തീരാൻ പോന്നു. ഉടനെ ഭാര്യ വിളിച്ചു, സൗകര്യം പെട്ടെന്ന് എഴുന്നേരം, ഇവിടെ വരാൻ പോവുക, എല്ലാം തീരാൻ പോവുക. കുഞ്ഞുങ്ങളെയും വിളിച്ചു. കാർ പോർച്ചിൽ നിന്ന് പഴയ കമാൻഡർ ജീപ്പായിരുന്നു, ഒരു പരുവത്തിൽ സ്റ്റാർട്ടാക്കി, മനസ്സിലാകുന്നവർക്കായി പോർച്ചിലിട്ടു. എന്താ സംഭവിച്ചത്? കുഞ്ഞുങ്ങൾ ബാക്കിൽ കയറി. അമ്മാമ്മ കയറാൻ പാടാണല്ലോ, സ്വാഭാവികം. ഒരു പരുവത്തിൽ കയറി. പക്ഷേ 4 കാര്യം അമ്മാമ്മ അപ്പോഴേ തെറ്റിച്ചു. 1, പോത്തീസിൽ നിന്ന് മേടിച്ച സാരി ഇതുവരെ കല്യാണത്തിന് ഉടുത്തില്ല. 2, ആപ്പിളിൻ്റെ മൊബൈൽ ഈയിടയ്ക്കാ കിട്ടിയത്, ഇങ്ങനെ വൈഫൈ ട്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ട്വിറ്റർ എല്ലാം കൂടെ സ്വോത്രം. 3-ാമത്തെ കാര്യം, ചെങ്ങന്നൂർ ആലായിൽ നിന്ന് മേടിച്ച് 8 ചിക്കൻ കാലുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് 65 ഉണ്ടാക്കാൻ കുക്കറി അടിച്ചുകൊണ്ടിരുന്ന. 4 നല്ല ഐസ്ക്രീം ചവച്ചുകൊണ്ടിരുന്ന സ്വോത്രം. ഓട്ടം മുമ്പോട്ട്. 4 കാര്യം അമ്മാമ്മ. ഏകദേശം ഞാൻ നിങ്ങളോട് പറയാം, കോട്ടയം ചങ്ങനാശ്ശേരി ബോർഡർ ആയപ്പോൾ, ചങ്ങനാശ്ശേരി കഴിയുമ്പോഴത്തെ കോട്ടയത്ത് കയറൂല്ലേ, ചിങ്ങമനായപ്പോൾ ലോത്തും ഭാര്യയും കുഞ്ഞുങ്ങൾ പോവാ. അമ്മാമ്മ അവിടെ വെച്ച് പറഞ്ഞു, അച്ചായ ഒന്ന് ചവിട്ടിയാട്ട് ഒരാവശ്യമുണ്ട്. അച്ചായന് വിചാരിച്ച് എന്തോ അത്യാവശ്യമാണ്. ഒറ്റ ചവിട്ടിയെ ഒട്ടി, മുമ്പോട്ടല്ല ബാക്കിലോട്ട് പോയി. ലോത്ത് കണ്ണാടി കുടിപ്പോൾ എല്ലാം നമ്മുടെ വണ്ടി കണ്ണാടിയാന്നല്ലോ കുഞ്ഞുങ്ങൾ. കണ്ണാടി നോക്കിയപ്പോൾ ഒരു ഒപ്പുതയാണ്. അപ്പോൾ ലോത്ത് വണ്ടി തിറങ്ങില്ല. കുഞ്ഞുങ്ങളോട് പറഞ്ഞ്, ഞങ്ങളുടെ ഭാഷ പോയവൾ പോട്ട്, നമുക്ക് പോകാം. കരമുയർത്തുന്നവർക്ക് സ്വോത്രം. ഫാസ്റ്റ് ഗിയർ ഇട്ട് ഒറ്റ പോക്ക്. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവേൻ. ഇവിടെ ഒരു വാഗ്ദത്തം. ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയെങ്കിൽ, ഇവിടെ ഒരു അന്ത്യകാലത്ത്, ലോത്തിൻ്റെ കാലത്ത് തീ ഇറങ്ങിയെന്നതുപോലെ ഇവിടെ തീ ഇറങ്ങുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ ദൈവമക്കളെ നിത്യതയിലെത്തിക്കുക. ലോത്തിൻ്റെ കുഞ്ഞുങ്ങളെ കരം പിടിച്ച് കൊണ്ടുപോയതുപോലെ തൻ്റെ ഭക്തന്മാരെ ചേർക്കുക. ഈ തലമുറയിൽ കാന്തൻ വരാറായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ദൈവ അനുഗ്രഹത്തിൻ്റെ മാത്രമാണോ? വഴിയുണ്ട്. എബ്രായ ലേഖനം 12:29 അവസാന ഭാഗങ്ങൾ വായിച്ചാട്ട് മോനെ. എബ്രായ ലേഖനം 12-ാം അധ്യായം 29-ാമത്തെ വാക്യം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. കരമുയർത്തുന്നവർക്കായി നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി അത്രേ. 2 ഭാഗങ്ങൾ. ബാക്കി നാളെ സമയത്തിൻ്റെ പരിമിതി നമുക്കുണ്ടല്ലോ. നാളെ കുറച്ചുകൂടെ നേരത്തെ വരണം. പകൽ യോഗത്തിലും കർത്താവിൻ്റെ വരവ്. മക്കളെ, സോദോമിനകത്ത് തീ ഇറങ്ങുന്നതിന് മുമ്പ് ലോത്തിനെയും കുഞ്ഞുങ്ങളെയും പിടിച്ചു കൊണ്ടുപോകുവാൻ ദൈവം ദൂതനെ അയച്ചെങ്കിൽ, ഇന്ന് രാത്രി ഇവിടെ ഒരു അന്തിമ യുദ്ധമുണ്ടാകുന്നതിന് മുമ്പ് തൻ്റെ മക്കളെ നിത്യതയിലെത്തിക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഒരു നിയമവുമായി ഒരുവൻ എഴുന്നേറ്റ് വരുന്നു. മനുഷ്യൻ അന്യോന്യം കൊല്ലുന്ന കാലം, കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന കാലം, വിവാഹമില്ലാത്ത കാലം. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ വലത് കരം ഉയർത്തി, എന്താ എതിർ ക്രിസ്തു ഇവിടെ ആദ്യം വരുമോ? ഇല്ല. കരമുയർത്തുന്നവർക്കായി വലത് കരം ഉയർത്തി പിടിച്ചാട്ടെ. കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി. അവൻ വരുന്നതിന് മുമ്പ് ഒരു രാജാവ് നീതിയോടെ വാഴ്. കൊല്ലകടവിലെ കരങ്ങളെല്ലാം ഉയരട്ടെ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. 2 കാര്യം. ബാക്കി നാളെ കാൽവറിയൊക്കെ വളരെ നേരത്തെ. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ 2 ടിക്കറ്റ് കിട്ടും. 1 ടിക്കറ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റാണ്. 10 രൂപ കൊടുത്താൽ അവിടെയൊക്കെ നിന്ന് കറങ്ങാം, വന്ദേ ഭാരത് കാണാം. നാടൻ. കൊല്ലകടവിൽ നിന്ന് 2 കുഞ്ഞുങ്ങൾ പോയി. 2 എണ്ണത്തിന് തൃശ്ശൂർ പോകണം. ഒരുവൻ്റെ പേര് ജോമോൻ, മറ്റവൻ്റെ പേര് ജോസ്. ജോമോൻ 10 രൂപയുടെ പ്ലാറ്റ്ഫോം എടുത്തു.
അയ്യപ്പന്മാരെ ശബരിമലക്കാരെല്ലാം കണ്ട്. ജോസ് അവിടെ ചെന്നപ്പോൾ തത്കാൽ 195 രൂപ. 10:30 ജയന്തി ജനത വരും. തത്കാൽ കിട്ടി 195. 10 മണിക്ക് അവർ അവിടെ ചെന്ന് കട്ടനെല്ലാം കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ ജോസിൻ്റെ ടിക്കറ്റിൽ ഇങ്ങനെ എഴുതി എസ് ഫോർ സീറ്റ് നമ്പർ 22. എല്ലാവരും കേട്ടാട്ട് എന്താ സംഭവിച്ചതെന്നറിയാം? 10 മണിയായപ്പോൾ 10:15 ഒരു അനൗൺസ്മെൻറ്റ്. യാത്രിयों को श्रद्धा ध्यान के लिए കന്യാകുമാരി से കൊച്ചി കോക്കർ തക്ക് മുംബൈ जाने वाला ട്രെയിൻ അഭി ആയേഗ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അപ്പം രണ്ടുപേരും തൃശ്ശൂർ പോകാൻ നിൽക്കുക. എസ് ഫോറിലോട്ടാ രണ്ടും ചെന്നത്. ആദ്യം ജോമോനാ ചെന്ന പ്ലാറ്റ്ഫോം. അത് കണ്ട ഉടനെ TTR കൈ കിട്ടി. അവനടുത്ത് ഹിന്ദി പറഞ്ഞു, ബേട്ടാ ഏ ട്രെയിൻ കാ അന്തർ ജാനെ കാ ടിക്കറ്റ് നെയ്യ് ചായ് പീനെ കാ ടിക്കറ്റ്. മനസ്സിലാകുന്നവർക്ക് ഇത് ചായ കുടിക്കാനാ. സ്വോത്രം. മറ്റവൻ്റെ കയ്യിൽ എസ് ഫോർ 22. അവനടുത്ത് പറഞ്ഞു, ബേട്ടാ ആൾക്കാ സീറ്റ് തറ. എത്ര പ്രസംഗം സെക്ഷൻ കേട്ടു, വെൺമണി കേട്ടു. കൊല്ലകടവി താഴെ പാലത്തിൻ്റെ അവിടെ ഞാൻ ചങ്ക് കയറി വർഷങ്ങൾ ഇവിടെ പ്രസംഗിച്ചതായി. കൊല്ലകടവി താഴെ. മനസ്സിലാകുന്നവർക്ക് ഇതുവരെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ നീ വഴിയരികെ നിന്നു പോകും എന്ന രക്ഷയുടെ ടിക്കറ്റ് എടുത്തവന് ഇന്ന് രാത്രി ഒരുറപ്പുണ്ട്, എൻ്റെ ട്രെയിൻ വരാറായി. ചൂളമടി തുടങ്ങി. ഈ തലമുറയിൽ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഷൈജു തങ്കച്ചൻ പാസ് പറഞ്ഞു, ഇന്ന് രാത്രി വഴിയരികിലോ തെരുക്കോണിലോ. ഇതൊരു പെന്തക്കോസിന്റെ പ്രസംഗമല്ല, ഒരു സഭയുടെ പ്രസംഗമല്ല, നിന്നെ നിത്യതയിലെത്തിക്കുന്ന പ്രസംഗമാണ്. ഇന്ന് രാത്രി റോഡിനകത്തോ തെരുക്കോണിനകത്തോ ആരെങ്കിലും ഓൺലൈനിൽ കേൾക്കുന്നെങ്കിൽ ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെ ഒന്ന് കഴുകണമെന്ന് രാത്രി ആര് കരമുയർത്ത് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും. മോനെ 1 മിനിറ്റൂടെ ഓരോ ദിവസവും ഓരോ സാക്ഷ്യം. നിങ്ങളിതെല്ലാം നോട്ട് ചെയ്യണം സഹോദരിമാർ. ഇന്ന് സഹോദരിമാർക്ക് വേണ്ടി എൻ്റെ വളരെ സ്നേഹിതനാ ഞങ്ങളുടെ ചാത്തന്നൂരിലെ ഷാജി തോമസ് അച്ഛൻ ഇക്കാലഘട്ടത്തിൽ മർത്തോമാ സഭയ്ക്കും CSI സഭയ്ക്കും വേണ്ടി പ്രസംഗിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് എന്നെ വളരെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. സാറേ എന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേൾക്കണം എല്ലാവരും. 1 മിനിറ്റ് ഇത് കേട്ടോണ്ടേ സഹോദരിമാർ ഇന്ന് രാത്രി എഴുന്നേൽക്കാം, നാട്ടുകാർക്കും കേൾക്കാം. കഴിഞ്ഞ നവംബറിൽ അദ്ദേഹം കുവൈറ്റിൽ അബ്ബാസിയിൽ മർത്തോമാ സഭയുടെ കൺവെൻഷൻ പോയി. 4 ദിവസത്തെ കൺവെൻഷൻ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. അദ്ദേഹം പള്ളിയോട് ചേർന്ന് അവിടെ താമസിക്കും. ഉച്ചയ്ക്ക് അവർ ചിലർ കൊണ്ടുപോകും. ഞായർ കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചു വരണം. നല്ല തിരക്കുള്ളൊരു പട്ടക്കാരനാണ് അദ്ദേഹം. ശനിയാഴ്ച യോഗം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ചെറുപ്പക്കാരൻ 5 വയസ്സുള്ള മോനും അദ്ദേഹത്തെ ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ നാളെ ഉച്ചയ്ക്ക് ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു കുഞ്ഞു വീടാണ്. നാളെ അവസാന ദിവസം ഞങ്ങൾ വന്ന് ടാക്സി കൊണ്ടുപോകുന്നൊരു വാക്ക് പ്രാർത്ഥിക്കുക. അച്ഛന് സന്തോഷമായി. ഭക്ഷണം കഴിച്ചതിന് ശേഷം വൈകിട്ട് കൺവെൻഷൻ കയറാൻ സമയമുണ്ടല്ലോ. മോൻ ടാക്സി ആയിട്ട് വന്ന് വീട്ടിൽ ചെന്നൊരു ചെറിയ വീട് അബ്ബാസിയെ. ബാക്കി കേട്ടോണ്ടേ അവിടെ ചെന്നപ്പോൾ ചായ കൊടുത്തു, അച്ഛന് സീറ്റ്സും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഒരു CD കൊടുത്തു. സഹോദരിമാർ ശ്രദ്ധിക്കുക, നാദാ നീ തന്ന സൗഖ്യം. അച്ഛൻ ചോദിച്ചൊരു കാര്യമുണ്ട്, എന്താ ഇതിൻ്റെ പ്രത്യേകത? ആ കുഞ്ഞ് പറഞ്ഞു, 10 പാട്ട് ഞാൻ എഴുതി, 2 ഞാൻ പാടി, 8 പാടിച്ചു. എന്താ ഇതിൻ്റെ പിൻപിലെ ചരിത്രം? ഇതെന്ന് കൊല്ലകടവ് കേൾക്കണം. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഈ CD-യുടെ പിൻപിലൊരു കാര്യമുണ്ട്. ഞാൻ മർത്തോമാ സഭയിലെ സെൻട്രൽ സ്കൂൾ ടീച്ചറാണ്. കൊയറിൽ പാടിക്കൊണ്ടിരിക്കുന്ന ജോലിയുണ്ട്. 3 വർഷത്തിന് പിറകിൽ എൻ്റെ നാവിനകത്ത് വല്ലാത്ത കുരുപ്പുകൾ. കുവൈറ്റിലെ ആശുപത്രി മുഴുവൻ കാണിച്ചു, ക്യാൻസർ. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നാട്ടിൽ നോക്കിയാൽ നല്ലത്. അവർ റെഫറൻസ് മേടിച്ചു. തിരുവനന്തപുരത്ത് ആരോ സ്വാധീനം വഴി ഒരു രാത്രി 12:30 കുവൈറ്റ് എയർവേസിൽ കയറി 4:30 തിരുവനന്തപുരം ഒരു റൂം എടുത്ത് ഫ്രഷപ്പ് ചെയ്തു. 10 മണിക്ക് അവിടെ ചെന്നു. അപ്പോയിൻമെൻറ്റ് കിട്ടി ഡോക്ടറെ കാണിച്ചു. ലേഡി ഡോക്ടർ മുഴുവൻ നോക്കിയിട്ട് ഏകദേശം 34 വയസ്സുള്ള സിനി, 36 വയസ്സുള്ള ഭർത്താവ് കുഞ്ഞിനെ കുവൈറ്റിൽ ഏൽപ്പിച്ചിരിക്കുക. 2 പേര് മുൻപിലിരിക്കുമ്പോൾ RCCയിലെ ലേഡി ഡോക്ടർ പറഞ്ഞ കാര്യമുണ്ട്, ഒരു പോംവഴിയുണ്ട്, നാക്ക് മുറിച്ചാൽ കുറച്ച് നാൾ ജീവിക്കാം. അങ്ങനെ ഒരു പെൺകുട്ടിയെ അടുത്ത സഹോദരിമാർക്ക് സന്തോഷമില്ലല്ലോ. 34 വയസ്സുള്ളൊരു പെൺകുട്ടിയെ നോക്കി RCCയുടെ വാതിലുകൾ പറയുന്നു, നാവ് മുറിച്ചാൽ ജീവിക്കാം. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്ന് പോകാം, മെഡിസിൻ തരാം, നാളെ 14 ടെസ്റ്റ് ഉണ്ട്, പൈസ അടയ്ക്കണം, നാളെ വന്നാൽ മതി. ഇവർ അവിടെ പോയി തിരുവനന്തപുരത്ത് റൂം എടുത്തു. സഹോദരി ചെറുപ്പക്കാരൻ്റെ കരം കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു. കേട്ടാട്ട് സഹോദരിമാരെ, ദൈവമേ നീ അറിയാതെ എൻ്റെ ശരീരത്തിൽ ഒരു രോഗവും വരത്തില്ല. എനിക്ക് ഒറ്റ ആഗ്രഹം നിൻ്റെ മുൻപിലുള്ളൂ, ഇനിയും കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ പഠിക്കണം, പള്ളിയിൽ പാടണം, ഒരവസരം കൂടെ നീ തരത്തില്ല. സ്വോത്രം. ടെസ്റ്റ് പിറ്റേന്ന് എടുത്തു. 7 ഡേയ്സാണ് ബയോപ്സിയുടെ ബാക്കിയെല്ലാം കൂടെ വരുന്നത്. 7 ദിവസം കഴിഞ്ഞു. രാവിലെ 10 മണിയായപ്പോൾ അവരവിടെ ചെന്നു. ഡോക്ടർ അസിസ്റ്റൻ്റ് പ്ലാസ്റ്റിക് കാർഡ് വെച്ച് സിസ്റ്റത്തിൽ നിന്ന് ഓരോ റിപ്പോർട്ട് ഞാൻ എടുക്കുന്നുള്ളൂ എടുത്തു നോക്കിയിട്ട് ആ ചെറുപ്പക്കാരൻ്റെ പെൺകുട്ടി ഇരുന്ന് പറഞ്ഞപ്പോൾ, ഒരു മിറക്കിൾ നടന്നിട്ടുണ്ട്, തൽക്കാലം നാക്ക് മുറിക്കണ്ട. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി കുവൈറ്റുകാരിയുടെ സിനിയുടെ ജീവിതത്തിൽ മാത്രമല്ല, മുട്ടുമടക്കി കരയുന്നവനെ വിടുവിക്കുവാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. കേട്ടോ മാമേ, അവൾ 2 വർഷം അപ്പ് ഡൗൺ തിരുവനന്തപുരം RCCയിൽ വന്ന് ട്രീറ്റ് ചെയ്തു, റേഡിയേഷൻ എടുത്തു. 2.5 വർഷം കഴിഞ്ഞപ്പോൾ രോഗം ഭേദമായി.
10 പാട്ടെഴുതുവാൻ ദൈവം കൃപ ചെയ്തു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഷൈജു തങ്കച്ചൻ പാസ് പറഞ്ഞ പോലെ യേശു ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഓരോ ദിവസവും ഓരോ സാക്ഷ്യങ്ങൾ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ഇതൊരു മതപ്രസംഗമല്ല, സംഘടനയുടെ പ്രസംഗമല്ല. നിന്നെ നിത്യതയിലെത്തുന്ന വചനത്തിൻ്റെ ചാലേറ്റെടുത്ത് താങ്കൾ ഒരു മദ്യപാനിയാണോ, ജീവിതം തകർന്ന വ്യക്തിയാണോ, കുടുംബം തകർന്ന വ്യക്തിയാണോ, കരമുയർത്തി യേശുവേ ഈ രാത്രി എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണേ. ബാക്കി നാളെ ഇതാ അവൻ വേഗം വരുന്നു. ബാക്കി ഭാഗം നാളെ. എല്ലാവരും എഴുന്നേറ്റാട്ടെ.